പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, ചില ഉപദേശങ്ങൾ അല്ലാഹു വെച്ചു കൈമാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകുന്ന ആയത്താണ്. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ, ചില വിധികൾ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നബിയേ, തങ്ങളുടെ നാഥനായ പടച്ച റബ്ബ്, സംരക്ഷകൻ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ വിധിക്കുകയാണ്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും ഈ ലോകത്ത് നിങ്ങൾ ആരാധിക്കരുതേ. ഒരാളെയും ആരാധ്യ വസ്തുവായി കാണരുതേ. ലോകത്ത് എത്രയോ സൃഷ്ടികളുണ്ട്, എത്രയോ സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അവരെ ഒരാളെയും നിങ്ങൾ ആരാധിക്കരുതേ. ആരാധന പാടില്ല, ആദരവ് പറ്റും. ഇസ്ലാമിന്റെ ബേസിക് തന്നെ, അടിസ്ഥാനം തന്നെ തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ് എന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം, ബേസിക് അതാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും നിന്ദിക്കുക. അല്ലാഹു ബഹുമാനിച്ച വസ്തുവാണ് ആദം നബി അലൈഹിസ്സലാം. മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചു. ഇൽമുള്ള വ്യക്തിയാകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദരസൂചകമായി സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു. ചെയ്യാത്തതാകുന്ന ഇബ്ലീസിനെയും കൂട്ടാളികളെയും അല്ലാഹു ഏറ്റവും വലിയ നിഷേധികളുടെ ഗണത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി എന്ന് മാത്രമല്ല, എന്നെന്നും ശപിക്കപ്പെട്ടവനായി അല്ലാഹുവിനെ നിലനിർത്തി. മനസ്സിലാക്കണം, എല്ലാം അങ്ങനെ തന്നെയാണ്. ആദരിക്കാൻ പറഞ്ഞ ഏത് വസ്തുവിനും അങ്ങനെ തന്നെയാണ്. അതിലേക്ക് പോകുന്നില്ല, അതൊരു വേറൊരു വിഷയമാണ്. ഹജറുൽ അസ്വദ് ആയിക്കോട്ടെ, മഖാമു ഇബ്രാഹിം ആയിക്കോട്ടെ, കഅബ ആയിക്കോട്ടെ, ഇതൊക്കെ ആദരിക്കപ്പെടേണ്ടതായ വസ്തുക്കളാണ്. കേവലം ഒരു കല്ലായി മാത്രമല്ല പരിചയപ്പെടുത്തിയത്, അതൊക്കെ വളരെ വിശുദ്ധമായി തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിനെ അല്ലാതെ വേറൊരു വസ്തുവിനെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, ആദരവല്ല ആരാധന പാടില്ല. രണ്ടാമത്തെയാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള സൂചിക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, നന്മയിൽ വർത്തിക്കണേ എന്ന വിശുദ്ധമായ ഖുർആൻ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف. മാതാവോ പിതാവോ, രണ്ടിൽ ഒരാളോ രണ്ടാളുകളും ഒരുമിച്ചോ നിന്റെ അടുക്കൽ പ്രായാധിക്യമായ സമയത്തെത്തിച്ചാൽ, ഖുർആനിന്റെ ഒരു ഭാഷയാണ്, ഒരു പ്രയോഗമാണ്. ഏത് സമയത്താകട്ടെ, ഏത് പ്രായത്തിലാകട്ടെ,
ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു കൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, വ്യത്യസ്തമായ ആയത്തിൽ അള്ളാഹു ഇതേപോലെ കൽപ്പന നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അതിനോട് ചേർത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, അവരെ ശ്രദ്ധിക്കണേ, അവരെ പരിപാലിക്കണേ എന്ന് പ്രത്യേകമായി മക്കളുടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഏറ്റവും കൂടുതൽ അവരെ ഗൗനിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് പ്രായം ചെല്ലുമ്പോഴാണ്. കാരണം അപ്പോഴാണ് അവർ തളരുക, ശരീരം വല്ലാതെ ക്ഷയിക്കുന്നത് അപ്പോഴാണ്. നിങ്ങളാകുന്ന വലിയ വടവൃക്ഷത്തെ നിങ്ങളിലൂടെ ഒരുപാട് ഫലവർഗങ്ങൾ ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ കാതലായ വേരുകളായിരുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ അതിന് ബലക്ഷയം സംഭവിക്കുമ്പോ നിങ്ങൾ അവരെ തളരാതെ പിടിച്ചു നിർത്തൽ അനിവാര്യമാണ്. അവർക്ക് വേണ്ടുന്നതാകുന്ന വെള്ളം നിങ്ങൾ നൽകണം, വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുക്കണം. ഒരു മോശമാകുന്ന വാക്കുകൊണ്ട് പോലും അവരെ നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. അതാണ് ഛേ എന്ന വാക്ക് പറയരുത് എന്നതിന്റെ അർത്ഥം. ഒരു നോട്ടം കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കരുത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാ, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ചെയ്യുന്ന ഒരു വാക്ക് പോലും പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ, വേദനിപ്പിക്കരുതേ. വിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്, വാക്കുകൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം വർത്തമാനം കൊണ്ട് പറയൽ മാത്രമല്ല, അതൊരു നോട്ടം കൊണ്ട് പോലും പാടില്ല, പാടില്ല. മാതാവും പിതാവും സുഖമില്ലാതെ കിടക്കുമ്പോ മലമൂത്ര വിസർജനം അവർ നടത്തുകയാണ്. സുഖമില്ലാതെ കട്ടിലിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നതായ പ്രിയപ്പെട്ട മാതാവ്, പിതാവ് ശയ്യയിൽ കിടക്കുന്നതായ സന്ദർഭത്തിൽ കട്ടിലിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോ ഒരു ചെറിയ പഴം തുണി കൊണ്ടുവന്ന് കയ്യിൽ ചുരുട്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വേസ്റ്റ് പ്ലേറ്റിലേക്ക് നീ ആ മലം ഇങ്ങനെ വടിച്ചതിലേക്ക് എടുക്കുമ്പോ ദിവസങ്ങളോളം വയറ്റിൽ കെട്ടിക്കിടന്നതായ മാലിന്യം പുറത്തേക്ക് പുറന്തള്ളുമ്പോഴുള്ള വല്ലാത്ത ദുർഗന്ധം കാരണമായി നിന്റെ മുഖമൊന്ന് ചുളിച്ചു പോയാൽ ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ് നിന്റെ മാതാവിനോട് നീ ചെയ്തത്, നിന്റെ പിതാവിനോട് നീ ചെയ്തത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അതാണ് ഛേ എന്ന വാക്ക് പറയരുതെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ മായന. സുഖമില്ലാതെ കിടക്കുന്നതായ വാപ്പ ഉമ്മ ദിവസങ്ങളോളമായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവസാനം അവർക്ക് അതിനുള്ള ഗുളിക കൊടുത്തു, അവര് പുറത്തേക്കത് പുറന്തള്ളി. അങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്, എയർ ബെഡിൽ കിടക്കുകയാണ്, വാട്ടർ ബെഡിൽ കിടക്കുകയാണ്. നീ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒരു പഴന്തുണി ഇടത് കയ്യിൽ ചുറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കയ്യുറ ഇട്ടിട്ട് നീ അതിങ്ങനെ വടിച്ചെടുക്കുമ്പോ നിന്റെ മുഖമങ്ങാണം ഒന്ന് ചെറുതായി ഒന്ന് ചുളിച്ചു പോയാൽ കാണിക്കുമല്ലോ ചിലര് അല്ലെ, ദുർഗന്ധം കാരണം ഒരുപാട് ദിവസമായി. അങ്ങനെയൊന്ന് ചുളിച്ചാൽ ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ്, പാതകമാണ് നീ ചെയ്തത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, നമ്മൾ ഈ സമൂഹം അറിയേണ്ടതാ. അതാണ് ചെയ്യുന്ന വാക്ക് പറയരുതെന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ല വാക്ക് ചിലർ ചെയ്യുന്ന വാക്ക് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ പറയാൻ നിൽക്കുക, അങ്ങനെയല്ല. ഈ ഒരു രീതി പോലും അവരോട് കാണിക്കാൻ പാടില്ല, മുഖം ചുളിക്കാൻ പാടില്ല. കാരണം നീ ഈ രീതി അവലംബിച്ച സമയത്ത് എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ കല്യാണ സദസ്സുകളിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടുള്ളവനാണ് നീ. നല്ല സാരി ഉടുത്ത് നല്ല പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വന്ന ഉമ്മ, നീ മലമൂത്ര വിസർജനം നടത്തിയപ്പോ ഒരു മടിയുമില്ലാതെ നിന്റെ മടിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചുംബനം നൽകി കരയുന്നതായ പൊന്നുമോനെ താലോലിച്ചതായ മാതാവല്ലയോ? ആ മാതാവ് സുഖമില്ലാതെ വരുമ്പോ അവരുടെ മലവും കാഷ്ടവും പുറത്തേക്ക് പുറന്തള്ളുമ്പോ മുഖം ചുളിക്കുന്നവനാകല്ലേ, ആകല്ലേ. അപ്പായും ഉമ്മയും പുറന്തള്ളുകയാണ്. ചെറിയൊരു മലവും മൂത്രത്തിന്റെ വിഷയം വരുമ്പോ അവരെ ചീത്ത വിളിക്കുന്നു, അടിക്കുന്നു, തൊഴിക്കുന്നു, അവരുടെ തുണിയെടുത്ത് അവരുടെ മുഖത്തേക്ക് അടുപ്പിക്കുന്നു, കൊണ്ടുപോയി കഴുകാൻ വേണ്ടി പറയുന്നു. പ്രായാധിക്യം ചെന്ന വാപ്പയുമ്മയും പല വീടുകളിലും കുടുംബങ്ങളിലും ക്രൂശിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവർക്ക് ഖിദ്മത്ത് എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഖുർആൻ 5 കാര്യങ്ങളാണ് ഇതിൽ ഉണർത്തിയതിൽ ഒന്നാമത്തത് ഇതാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ചെയ്യുന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുത്. 2, വലാ തൻഹറുഹുമാ, അവരെ ആട്ടരുത്, വിരട്ടരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. നൊമ്പരപ്പെടുത്തുന്ന ഒരു വർത്തമാനം പോലും അവരോട് പറയരുത് എന്നും വിശുദ്ധമായ ഖുർആൻ. ഒരൊറ്റ വാക്കുകൊണ്ട് പോലും അവരെ നോവിക്കാൻ പാടില്ല, ഒരു നോട്ടം കൊണ്ട് പോലും, ഒരു തുറിച്ച നോട്ടം പോലും പാടില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു വാപ്പയും മകനും നടന്നു വരുകയാണ്. ആദരവായ പ്രവാചകൻ നോക്കുമ്പോൾ മകൻ വാപ്പയേക്കാൾ സ്പീഡിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ നടന്നു വരുന്നു. ആ വാപ്പയുടെ മുന്നിലൂടെ കയറി നടക്കുന്നത് കണ്ടപ്പോ രണ്ടുപേരെയും റസൂലുള്ള അടുത്തേക്ക് വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട്, മകനോട് ചോദിക്കുകയാണ്, ആരാനടാ ഈ പുറകിൽ വരുന്നത്, ആരാനടാ? ഹുവ അബീ, എന്റെ വാപ്പയാണ് റസൂലേ. അള്ളാഹു റസൂലിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തംശി അമാമഹു വലാ തഖൂദ് ഖബ്ല ഖൂദിഹി, നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നീ നടക്കല്ലേ, നടക്കല്ലേ. വാപ്പയാണെന്നുള്ളതാകുന്ന ഓർമ്മ വേണേ, ഓർമ്മ വേണേ. ആ വാപ്പ ഒരു സദസ്സിൽ ഇരിക്കാതെ, വാപ്പയുടെ അനുവാദമില്ലാതെ നീ ഇരിക്കരുതേ. വാപ്പയും ഉമ്മയും ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കാൻ പാടില്ല. വലാ തഖൂദ് ഖബ്ല ഖൂദിഹി, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് ഇരിക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നിൻ്റെതാകുന്ന മക്കൾക്ക് വലിയ പാഠമാണ്, ഇന്നിൻ്റെതാകുന്ന മക്കൾ പഠിക്കേണ്ടതായ വചനങ്ങളാണ്, വചനങ്ങളാണ്. വാപ്പയും ഉമ്മയും കടന്നു വരുമ്പോൾ എഴുന്നേൽക്കുന്നില്ലെന്ന് മാത്രമല്ല, കാലിന്മേൽ കാല് കയച്ച് വെച്ചുകൊണ്ട് കൂട്ടുകാരോട് സ്വറ പറയുകയാണ്. കൂട്ടുകാർ തന്നെ വാപ്പ വരുന്നു എന്ന് ഉണർത്തിയാൽ പോലും അങ്ങോട്ട് നോക്കാതെ, ആ ദിശയിലേക്ക് മുഖമൊന്ന് പായിക്കാതെ പരിപൂർണമായി അവഗണനയോടുകൂടി ഇരിക്കുന്നതായ മക്കളല്ലേ. ബിരുദ കൂമ്പാരങ്ങൾ ചുവട് ചേർത്ത് വെച്ചിട്ട്, പേരിന്റെ ചുവടിനോട് ചേർത്ത് വെച്ചിട്ട് എന്ത് കാര്യമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? നീ MA പഠിച്ചവനാകാം, BA കഴിഞ്ഞവനാകാം, MCOM കഴിഞ്ഞവനാകാം, MBBS എടുത്തവനാകാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവളാകാം. പക്ഷെ മാതാവിനും പിതാവിനും നന്മ ചെയ്യാതെ ഈ ബിരുദ കൂമ്പാരങ്ങൾ നിന്റെ പേരിന്റെ അകമ്പടിയായി ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യവുമില്ല, കാര്യവുമില്ല. ഏത് ആലിമായിരുന്നാലും, ഏത് മുത്തഅല്ലിമായിരുന്നാലും, ഏത് മുദരിസായിരുന്നാലും, ഏത് ഖതീബായിരുന്നാലും, ഏത് പാവപ്പെട്ടവനായിരുന്നാലും, പണക്കാരനായിരുന്നാലും, എത്ര മുഖമുള്ളവനായിരുന്നാലും, കുറുകിയവനായിരുന്നാലും, ഏത് ധനികനായിരുന്നാലും, തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളെ ഗൗനിച്ചില്ല എങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടമാണ്, നഷ്ടമാണ്. നിനക്കൊരുപാട് ബിരുദങ്ങൾ കൂടാൻ, നീയാകുന്ന വലിയതാകുന്ന വൃക്ഷലതാദിയാകാൻ, അതിൽ വലിയ ഫലവർഗങ്ങൾ ഉണ്ടാവാൻ, ഒരുപാട് നന്മകൾ പേറുന്ന മരമായി ഈ ലോകത്ത് നീ വിന്യസിക്കാനുള്ള കാരണം ആ പ്രിയപ്പെട്ട മാതാവാണ്. അവരുടെ അമ്മിഞ്ഞ പാലിന്റെ മാധുര്യമാണെന്ന് തിരിച്ചറിയണേ. വാപ്പയാകുന്ന പ്രിയപ്പെട്ട ഉപ്പ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത് കിട്ടിയതാകുന്ന സമ്പാദ്യമാണ് നിന്റെ ശരീരം, നിന്റെ തടി എന്ന് നീ തിരിച്ചറിയണേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് വലാ തഖൂദ് ഖബ്ല ഖൂദിഹി, ആ വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, വാപ്പാടെ മുന്നിൽ നടക്കരുതെന്ന് മാത്രമല്ല, ആ വാപ്പയും ഉമ്മയും അനുവാദം നൽകാതെ ഒരു മജ്‌ലിസിൽ കയറി അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ ഇരിക്കാൻ നീ അർഹനല്ല. കാരണം നീ ഒന്നുമല്ല, നീ ഒന്നുമല്ല, നീ ഒന്നും ആയിട്ടില്ല, നീ ലാ ശൈഅൻ, ഒന്നുമല്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മൂന്നാമതായ ഖുർആൻ നൽകുന്ന നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ വിധിയാണ് സഹോദരങ്ങളെ. ഈ വിധിക്ക് മുകളിൽ ഒരു ജഡ്ജിയുടെയും വിധിയില്ല. മജിസ്ട്രേറ്റ് ഒരു വിഷയത്തിൽ നിനക്ക് വിധി കൽപ്പിച്ചാൽ നിനക്ക് കോടതിയെ സമീപിക്കാം, ജില്ലാ കോടതിയെ സമീപിക്കാം. ജില്ലാ ജഡ്ജി ഒരു വിഷയം നിനക്ക് വിധി കൽപ്പിച്ചാൽ നിനക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ
നിനക്ക് സുപ്രീം കോടതിയിലേക്ക് ഓടാം. അവിടെ ഏക ബെഞ്ചുണ്ട്, വിശാല ബെഞ്ചുണ്ട്, വിവിധങ്ങളാകുന്ന തരങ്ങളുണ്ട്, അതിന് മുകളിലും ആൾക്കാരുണ്ട്. പക്ഷേ അള്ളാഹു വിധി പ്രഖ്യാപിച്ചാൽ അതിന് മുകളിൽ ഒരാളുടെ വിധിയും ഇല്ല. അള്ളാഹുവാണ് വിധി നിർണയിച്ചിരിക്കുന്നത്, പടച്ച റബ്ബാണ് കൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കണേ, ആരാധിക്കണേ. മാതാവിനും പിതാവിനും ഗുണം ചെയ്യണേ, ഗുണം ചെയ്യണേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരം അവരോട് നടത്തണേ. മാന്യമായ ഭാഷണമല്ലാതെ അവരോട് സംസാരിക്കരുതേ. മാന്യമല്ലാത്തൊരു ഭാഷണം കൊണ്ട് നീ അവരോട് സംസാരിക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 2002 മുതൽ 2007 വരെ ഇന്ത്യൻ പ്രസിഡന്റായി നിലകൊണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. തമിഴ്നാട് സ്വദേശി, രാമേശ്വരത്താണ് അദ്ദേഹത്തിന്റെ വീട്. 1931 ഒക്ടോബർ 15-നാണ് രാമേശ്വരത്ത് അദ്ദേഹം ജന്മമെടുക്കുന്നത്. ഈ സദസ്സിലുള്ളതാകുന്ന പലരെയും പോലെ വളരെ ദരിദ്ര കുടുംബത്തിൽ ജീവിച്ച വ്യക്തിത്വമാണ്. വളരെ പട്ടിണിയാണ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു പുസ്തകത്തിലൂടെ. ഞാൻ എൻ്റെതാകുന്ന ഫീസ് അടയ്ക്കാൻ, വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി സാമ്പത്തികമായി വളരെയേറെ പ്രയാസത്തിൽ നിലകൊള്ളുന്ന കുടുംബമായിരുന്നു. എൻ്റെ വാപ്പയുടെ പേര് സൈനുൽ ആബിദീൻ, ഉമ്മയുടെ പേര് ആഷിയ ഉമ്മ. വളരെയേറെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ എല്ലാ ദിവസവും വീടുകളിൽ പത്രമിടാൻ വേണ്ടി പോകും. അങ്ങനെ പത്രമിട്ട് കിട്ടുന്നതാകുന്ന കാശിന് ഒരു ഭാഗം കൊണ്ടുവന്ന് ഉമ്മാക്ക് കൊടുക്കും, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ. അതോടൊപ്പം തന്നെ എൻ്റെ വിദ്യാഭ്യാസവും ഞാൻ നടത്തും. ചെറിയ തുകയേ ഉള്ളൂ. ഒരു ദിവസം വീട്ടിൽ വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്താഴത്തിന് കഴിക്കാനുള്ളത് നല്ല ചപ്പാത്തിയും പട്ടാണിക്കടലയുമാണ്. പാപ്പ എന്നോടൊപ്പമുണ്ട്, സൈനുൽ ആബിദീൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചപ്പാത്തി പട്ടാണിക്കടയിൽ മുക്കി ഞാൻ എൻ്റെ വായിലേക്ക് വെച്ചതും നല്ല ഉപ്പുണ്ട്. ഞാൻ വേഗം തുപ്പിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഉമ്മയോട് വളരെ പരുഷമായ ശബ്ദത്തിൽ ഞാൻ ഉമ്മയോട് സംസാരിച്ചു. ഉമ്മ, എന്താണിത്, കറിയിൽ വല്ലാത്ത ഉപ്പാണല്ലോ എന്ന് ചോദിച്ചു. ഉമ്മ ഒന്നും മിണ്ടുന്നില്ല, വാപ്പ അനങ്ങുന്നില്ല. ഞാൻ രണ്ടാമത് വീണ്ടും ശബ്ദത്തോട് ചോദിച്ചു, ഉമ്മ ഇത് വല്ലാത്ത ഉപ്പാണല്ലോ, എന്താ ഇത് കറിയിൽ ഇങ്ങനെ? കാരണം എൻ്റെ മനസ്സിൽ ചോദിക്കാനുള്ളതാകുന്ന ഒരു അവസരം വരാനുള്ള കാരണം ഞാനുകൂടി സമ്പാദിച്ചതാകുന്ന പണമാണ് ഇപ്പോൾ വീട്ടിൽ ചില ഭക്ഷണത്തിലൊക്കെ കയറി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് മനുഷ്യർ. മക്കളുടെ സമ്പാദ്യം ഉണ്ടാവാൻ മാതാപിതാക്കൾ എപ്പോഴും കൊതിക്കും. ഈ ഇരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഈ ഇരിക്കുന്ന സഹോദരങ്ങളിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. വാപ്പമാരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, മക്കൾക്കൊരു ജോലി കിട്ടാൻ. ഇപ്പൊ ഈ സദസ്സിൽ തന്നെ എത്ര ആളുകൾ റുഹൈ ബയാൻ കുടുംബത്തിലുള്ള ഉമ്മമാര് തന്നെ ദ്വാരക്ക നേരത്തെ കത്ത് തന്നവരുണ്ട്. മക്കൾക്കൊരു ജോലി കിട്ടാൻ UK പോയിട്ടുണ്ട്, അവൻ അവിടെ ജോലിയായിട്ടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്, ജോലി ശരിയായിട്ടില്ല. ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള ധാരാളം സഹോദര സഹോദരിമാരുണ്ട്, അല്ലേ? എന്തിനാണ്? അവന് സമ്പാദ്യം കിട്ടി, അവന്റെ സമ്പാദ്യം കൊണ്ട് കഴിയാൻ ആഗ്രഹിക്കുന്നതായ മാതാപിതാക്കളാണ് നമ്മളെല്ലാവരും. എന്നാൽ ഞാൻ കൊടുത്തതാകുന്ന പൈസ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കറിയിൽ ഉപ്പ് വരാൻ പാടില്ല. മക്കളുടെ സമ്പാദ്യം കിട്ടിയാൽ പിന്നെ മക്കൾ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അത് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല. വാപ്പയും ഉമ്മയും ചെലവഴിച്ച സമ്പത്തിന് ഒരു കണക്കുമില്ല. കോടിക്കണക്കിന് രൂപ ഇവൻ ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഒരു കണക്കും അവർ ഇന്ന് വരെ എഴുതി വെച്ചിട്ടില്ല. എഴുതി വെച്ചിരുന്നെങ്കിൽ കോടികൾ വരുമായിരുന്നു. മകന് വേണ്ടി ചെലവഴിച്ചത്, മകൾക്ക് വേണ്ടി ചെലവഴിച്ചത് ഒരു വാപ്പയും ഉമ്മ എഴുതി വെച്ചിട്ടില്ല. മക്കളാകുന്ന നമ്മളോ വീട്ടിലൊരു കറണ്ട് ബിൽ അടച്ചാൽ അത് കുറിച്ചു വെക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2500 രൂപ കറണ്ട് ബിൽ അടച്ചെന്ന് എടുത്തു പറയും. ഞാൻ അവിടെ ഇന്നത് ചെലവഴിച്ചു, ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എടുത്തു പറയും. അതാണ് മക്കളുടെ സമ്പാദ്യം കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായാലുള്ള വിഷയത. ഇവിടെ അതാണ് സംഭവിച്ചത്. കലാം പറയാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഞാനുകൂടി സമ്പാദിച്ചതാകുന്ന സമ്പാദ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഉമ്മയോട് വല്ലാതെ പരുഷമായി ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ വാപ്പ എന്നോട് വളരെ ശക്തമായ ഭാഷയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു,
കത്താതെ മിണ്ടാതിരിക്കട അവിടെ. കത്താതെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയാണത്, മിണ്ടാതിരിക്കുക. ഞാൻ പിന്നെ മിണ്ടിയില്ല, അനങ്ങിയില്ല. എന്റെ വാപ്പ എന്നോട് ആ ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മിണ്ടിയില്ല. വാപ്പ നല്ല റാഹത്തായിട്ട് ചപ്പാത്തി പട്ടാണിക്കടയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് വാപ്പാടെ കറിക്ക് ഒരു കുഴപ്പം ഉണ്ടാവൂല, നല്ല റാഹത്തുള്ള കറിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ഭർത്താവിന് നല്ല ചോറിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്ന ഭാര്യമാര് അങ്ങനെ ഉണ്ടോ? ഇവിടെ നല്ല പോത്തിറച്ചി അല്ലേ സ്പെഷ്യൽ, അത് പിന്നെ എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ശരിയുമാറാവട്ടെ. ചിലപ്പോൾ സ്നേഹം കൂടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച അങ്ങനെയൊക്കെ ചെയ്യും. കൂടെ മറ്റുള്ളവരൊക്കെ ഇരുന്നാലും ചിലപ്പോൾ എന്ത് വേണം, അതിനിടയിൽ ഒരു ഇങ്ങനെ ചെകഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുട്ട പൊങ്ങി വരുന്നതാണ് അല്ലേ? ഇസ്മായിൽ സാഹിബ് ഉണ്ടോ? ഉണ്ട്. ചിന്തിക്കുക നിങ്ങൾ. അങ്ങനെ ഇനി വല്ലതും ആണോ എന്ന് കരുതി ഞാൻ വാപ്പയുടെ പട്ടാണിക്കടയിൽ പോയി എൻ്റെ ചപ്പാത്തി മുക്കി കഴിച്ചു നോക്കുമ്പോൾ സെയിമാണ്, നല്ല ഉപ്പുണ്ട്. ഇനി വാപ്പയുടെ ചപ്പാത്തിക്ക് ഉപ്പ് കുറവുള്ളത് കൊണ്ടാണ് വാപ്പ കുഴപ്പമില്ലാതെ കഴിക്കുന്നത്. കാരണം യാതൊരുവിധ മുഖഭാഗ വ്യത്യാസം ഇല്ലാതെ വാപ്പ കഴിക്കുന്നുണ്ട്. അപ്പൊ വാപ്പയുടെ ചപ്പാത്തിയിൽ നല്ല ഉപ്പെടുത്തിട്ട് ഞാൻ മുക്കി കഴിച്ചു നോക്കിയപ്പോൾ സെയിം ഉപ്പാണ്. ഇത് തന്നെയാണ് വാപ്പാക്കും കൊടുത്തിട്ടുള്ളത്. ഞാൻ മിണ്ടിയില്ല. പിന്നെ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി കൂടെ വാങ്ങി കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈ കഴുകി പാത്രമെല്ലാം കഴുകാൻ വേണ്ടി ഞാൻ നിന്നു. 13 വയസ്സുള്ളതാകുന്ന കലാം എന്ന് പറയുന്നതായ വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റായി നിലവിൽ വന്നതായ മഹാനുഭാവം പറയാൻ, ഞാനാണ് അന്ന് എൻ്റെ വീട്ടിലുള്ളതാകുന്ന എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നത്. ഇരിക്കുന്നതായ സഹോദരങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? മക്കൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? സ്വന്തം പാത്രം മാത്രമല്ല, വാപ്പയുടെയും ഉമ്മയുടെയും മറ്റുള്ളതാകുന്ന ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ലേ? ഏറ്റവും ലാസ്റ്റ് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ചിലപ്പോൾ സ്ത്രീകൾ അത് കഴുകാതെ കൂട്ടിയിടും, പിറ്റേ ദിവസം കഴുകാന്ന് പറഞ്ഞു. അത് നല്ല ശീലമല്ല. രാത്രി തന്നെ കഴുകി വെക്കലാണ് ഏറ്റവും നല്ലത്. ഞാനാണ് ആ വീട്ടിലെ പ്ലേറ്റുകൾ മുഴുവനും കഴുകുന്നത്. എല്ലാ പ്ലേറ്റും കഴുകി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിൽ വന്നു. ഞാൻ നോക്കുമ്പോൾ വാപ്പ തൊട്ടപ്പുറത്ത് റൂമിൽ വാപ്പ കിടക്കാൻ വേണ്ടി കിടക്ക വിരിക്കുന്നുണ്ട്. ഞാൻ നേരെ വാപ്പ അടുത്തോട്ട് ചെന്നു. ചോദിച്ചു, വാപ്പ എന്താണ് കറിയിൽ ഉപ്പുണ്ടായിട്ട് ഉമ്മാടൊന്നും പറയാതിരുന്നത്? ഒന്നും മിണ്ടുന്നില്ല വാപ്പ. വാപ്പ വീണ്ടും മൈൻഡ് ചെയ്യാതെ കിടക്ക വിരിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി കയറിയിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, വാപ്പ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നല്ല ഉപ്പുണ്ടായിരുന്നല്ലോ കറിയിൽ. വാപ്പ എന്റെ കൈക്ക് പിടിച്ചിട്ട് എന്നെ അടുത്ത് ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, നീ രാവിലെ 5:30 മണിക്ക് പത്രമിടാൻ പോകുന്നതിന് മുമ്പ് 4:30 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നത്, ഈ വീട് ആദ്യം വിളക്ക് തെളിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. പകലന്തിയോളം കഷ്ടപ്പെട്ടുകൊണ്ട് അടുക്കളയിലുള്ള എല്ലാ ജോലികളും തീർത്ത് പണിയുന്നതും ആ ഉമ്മയാണ്. നീ ഇപ്പൊ പാത്രം കഴുകി തിരിച്ചു വന്നല്ലോ, നീ കടക്കാൻ പോവാണ്. ഉമ്മ ഇതുവരെ കടന്നിട്ടില്ല. ഉമ്മയാണ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വാതിലുകളൊക്കെ അടച്ചിട്ട് വീടിൻ്റെതാകുന്ന വിളക്കണയ്ക്കുന്നതും ആ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ കഷ്ടപ്പാടും പ്രയാസങ്ങൾക്കും ഇടയിൽ ചിലപ്പോൾ കറിയിൽ 1-2 പ്രാവശ്യം ഉപ്പ് അധികം ഇട്ടുപോയിട്ടുണ്ടാകാം, മറന്നിട്ട്. അങ്ങനെയാണല്ലോ പലപ്പോഴും. ചിലപ്പോൾ അറിയാതെ ഒരു വട്ടം ഇട്ടു, പിന്നെ ഇട്ടോന്നറിയാൻ മേലെ വേറെ ജോലി തിരക്ക് കഴിഞ്ഞിട്ടു ഇട്ടോന്ന് മറന്നുപോയിട്ട് വീണ്ടും ഉപ്പിട്ടിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ ഉമ്മയെ ഞാൻ വഴക്ക് പറയണോ? ഈ വീടിന്റെ വിളക്കാണവൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞപ്പോ ഉപ്പയുടെ മാറിലേക്ക് ഞാൻ ചാഞ്ഞ് കടന്ന് പൊട്ടിക്കരഞ്ഞു. കലാമു പറയുക, 13 വയസ്സുള്ള ഞാൻ അന്നൊരു ദൃഢപ്രതിജ്ഞയെടുത്തു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ഞാൻ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്നൊരു ദൃഢനിശ്ചയമെടുത്തു. തമിഴ്നാടിലെ രാമേശ്വരം എന്ന് പറയുന്നതായ ആ ചെറിയ കുഗ്രാമത്തിൽ നിന്ന് ചരിത്രം കുറിക്കുകയാണ് സഹോദരങ്ങളെ. 2002 മുതൽ 2007 വരെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലതാകുന്ന പ്രസിഡന്റായി, ഇന്ത്യൻ പ്രസിഡന്റായി, ദ അയൺമാൻ എന്ന് ചരിത്രം വിശേഷിപ്പിച്ച വ്യക്തിത്വമായി ഡോക്ടർ APJ അബ്ദുൽ കലാം കടന്നു കയറാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം തന്നെ കുറിക്കുകയാണ്, ഞാൻ ഇവിടേക്ക് എത്താനുള്ള കാരണം എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന മൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആശയുണ്ട് എങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശരിക്ക് പിടിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെ മുറുകെ പിടിച്ചോ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുറയിലേക്ക് എത്തണമെന്ന് ചിന്തയുള്ളവർ, ഇനി ഒന്നും വേണ്ട എനിക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് കാണുന്നവർ ഇങ്ങനെ തന്നെ പോവുക. ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും വാപ്പയും ഉമ്മയും കൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്.
ഒരുപാട് ഉദാഹരണം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതിനേക്കാളൊക്കെ ഉപകരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരൊറ്റ കാര്യം കൊണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് പരിശുദ്ധമായ ഖുർആൻ നൽകിയ ഉപദേശം. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായ ഭാഷണത്തോടുകൂടിയല്ലാതെ നിങ്ങൾ മാതാപിതാക്കളോട് ഇടപഴകരുത്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മാ. അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ വിരിച്ചു കൊടുക്കണേ. നാലാമതായ ഖുർആൻ പറയുകയാണ്, സദാസമയം അവരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ. കാരുണ്യത്തോടുകൂടി വർത്തിച്ചാൽ മാത്രം പോരാ, വിനയത്തിന്റെ ചിറക് അവരുടെ മുന്നിൽ നിങ്ങൾ വിരിച്ചു കൊടുക്കണേ. ചിലപ്പോ വാപ്പായും ഉമ്മയും എന്തെങ്കിലും ഒന്ന് പറയും, പറയുന്നത് ചിലപ്പോ പൊട്ട തെറ്റായിരിക്കും. ആൾക്കാരെ മുന്നിൽ വെച്ച് പറയാൻ, അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ അവഹേളിക്കാൻ വേണ്ടി ചിലപ്പോ ചില മക്കൾ പറയും, അപ്പൊ എന്തീ പറയുന്നത് എന്ന് പറഞ്ഞ് വാപ്പായെ അപഹസിക്കാൻ വേണ്ടി 10 പേരുടെ മുന്നിൽ എളുപ്പരാക്കുന്ന മക്കളുണ്ട്. ഞാൻ വലിയ പഠിതാവാന്ന് കരുതി. അപ്പോൾ അവിടെ വെച്ച് തിരുത്താൻ നിൽക്കരുത്. കാരണം ആളുകളുടെ മുന്നിൽ അതൊരു മാനസികമായൊരു പ്രയാസമാണ്. അതാണ് വിനയത്തിന്റെ ചിറക് വിരിക്കുക എന്ന് പറഞ്ഞ. അതാണ് നല്ല വിനയാണ് അവരുടെ മുന്നിൽ കാണിക്കേണ്ടത്. മാതാവും പിതാവും ഗുരുവും, നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുത്താണ്. അവരെ ശരിക്കും മുറുകെ പിടിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അധ്യാപനമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ ചെറുപ്രായത്തിൽ എന്നെ പരിപാലിച്ചതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ കരുണ ചൊരിയണേ നാഥാ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരു മകന്റെ ദുആ ആണ്, മകളുടെ ദുആ ആണ്. ഈ ജീവിതത്തിൽ നിർബന്ധമായും കാലാകാലം അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കൂടണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ദുആ ചെയ്യുന്ന മക്കളെ, നിങ്ങളുടെ ജീവിതം ഖൈറിലാവും. ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ. എല്ലാ സഹോദര സഹോദരിമാരും ചിന്തിക്കാൻ, വെറുതെ കേട്ടു പോകാതെ ഈ പറഞ്ഞതാകുന്ന കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെ വാപ്പയോടും ഉമ്മയോടും ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. അവരെ ആട്ടരുത്, വിരട്ടരുത്. അവരെ പ്രയാസപ്പെടുത്തുന്നതായ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. മാന്യമായ ഭാഷണം നടത്തണം. വിനയത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. ഈ 5 കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. ഇത് ചെയ്തേ പറ്റൂ. ഇത് ചെയ്തെങ്കിലേ ഒരു സത്യവിശ്വാസിയാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരാ ദുആയിരുന്നത്? വാപ്പ മരിച്ചപ്പോൾ കണ്ട് അന്ന് കൈ ഉയർത്തിയതാണ്. പിന്നെ ഇന്ന് വരെ വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതിയിട്ടില്ല. ഉമ്മ മരിച്ചപ്പോ അന്നൊന്ന് ദുആ ചെയ്തതാണ്. പിന്നെ ആണ്ടിനൊന്ന് കൂടും, കഴിഞ്ഞു. അത് തന്നെ നമ്മൾ ചെല്ലി ചിലപ്പോൾ അലുവ വിതരണം ചെയ്യാൻ നടക്കുകയായിരിക്കും ആചാര്യ. ഇവിടെ ദുആ അടക്കുന്നുണ്ടാവും ഹത്തീബിന്റെ. നമ്മൾ അലുവ വിതരണം ചെയ്യാൻ വേണ്ടി അതിന്റെ അടുപ്പിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അവിടെ ഇറച്ചിക്കറി എന്തായി അത് നോക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ദുആയും കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ആണ്ടിനുള്ള ദുആയിന്റെ അവസ്ഥ തന്നെ അതാണ്. പലപ്പോഴും ഒരു ദുആയിൽ നമ്മളാരും ഭാഗവാക്കാകുന്നില്ല. ഒരു ഫാത്തിഹ പോലും ഡെയിലി അവർക്ക് വേണ്ടി ഓതാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും അവരുടെ ഖബർ പോലും സിയാറത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബറ അബവൈ ഫീ യൗമിൽ ജുമുഅ കുതിബ ലഹു ബറാ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവനെ പരിശുദ്ധമായ ജുമുഅ ദിവസം തന്റെ മാതാവിന്റെ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു, അവനെ ഏറ്റവും ഗുണവാനായി അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് പോകുന്നവരെ, നിങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുക്കണേ. ആ ജുമുഅയിൽ നമസ്കാരത്തിന് ശേഷം വാപ്പയുടെ ഖബറിന്ന് പോകണേ, ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തേക്കൊന്ന് ചെല്ലണേ. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. വാപ്പാ ഉമ്മ എന്ന് വിളിച്ചൊന്ന് സലാം പറയണേ. യാസീൻ ഓതണേ, ഫാത്തിഹ ഓതണേ, സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദൈതൈൻ ഓതണേ. അതിൻ്റെതാകുന്ന തത്തുല്യമായ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് മിസ്ല സവാബ് ഹദിയ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണേ. ആ ഖബർ വിശാലമാകാൻ ദുആ ചെയ്യണേ. ഖബറിൽ സന്തോഷം ലഭിക്കാൻ, സ്വർഗീയ ആരാമമാക്കി തീർക്കാൻ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ കുതിബ ബറാ, അവനെ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒക്കെ വെള്ളിയാഴ്ച ദിവസം സാധിക്കും. ഇത് പള്ളിയിൽ പോവില്ല, ജുമായ്ക്ക് പോയാൽ തന്നെ വേഗം ഓടുകയാണ്. ഖബർ സിയാറത്ത് ചെയ്യണം വാപ്പാടെ ഉമ്മാടെ. ഇന്ന് പള്ളിക്കാട്ടിലേക്ക് പോയി നോക്കിൻ ഖബർസ്ഥാനൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം മൊത്തം കാടാണ്. എന്തെങ്ങനെ കാട് വരാൻ കാരണം? ഒറ്റ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ല. സിയാറത്ത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വല്ല പുല്ല് മുളയ്ക്കൂ? ഒരു മഹ്ലൂക്ക് അങ്ങോട്ട് പോകുന്നില്ല. വാപ്പയോടൊരു കടപ്പാടില്ല, ഉമ്മയോടും കടപ്പാടില്ല. ഖബർ സിയാറത്തൊക്കെ നമ്മൾ ഒഴിവാക്കി. സാധാരണക്കാരാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, മുസ്ലിമീങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവർ, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് ശക്തിമത്തായ സുന്നത്താണ്. സ്ത്രീകൾക്ക് ആ സുന്നത്തില്ല. സാധാരണക്കാരുടെ സിയാറത്ത് മഹാന്മാരുടെയുണ്ട്, ഔലിയാക്കളുടെയുണ്ട്, മഹത്തുക്കളുടെയുണ്ട്. അവരുടെ മസാറുകളിൽ പോകാം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് വേണ്ടിയും ദുആ ചെയ്യാം അവരെ കൊണ്ട്. ആർക്ക്? സ്ത്രീകൾക്കും അനുവദനീയമാണ്. പോകേണ്ട രീതിയിൽ ഔറത്ത് മറച്ചൊക്കെ നല്ല വൃത്തിയായി റാഹത്തായി പോകാം. സാധാരണക്കാരുടെ സിയാറത്ത് പുരുഷന്മാർക്കുണ്ട്. വാപ്പ ഉമ്മക്ക് മരിച്ചാൽ മുടങ്ങരുത്, നമ്മളാണ് പോകേണ്ടത് പുരുഷന്മാര്. എല്ലാ വെള്ളിയാഴ്ചയും പോണം. അങ്ങനെ ചെയ്താൽ ഉമ്മാക്ക് ഗുണം ചെയ്തവനായി എത്തിക്കും, വാപ്പാക്ക് ഗുണം ചെയ്തവനായി നിന്നെ എത്തിക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ ചെറുപ്പത്തിൽ വല്ല വീഴ്ച വന്നു പോയിട്ടുണ്ടാകും. അത് പൊരുത്തപ്പെടിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇങ്ങനെയാണ്. മരിച്ചുപോയ മാതാപിതാക്കൾ, മരണപ്പെട്ടു പോയവർ, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേ നിലകൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിനും സിഹത്തിനു വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ അവർക്ക് ഖിദ്മത്ത് എടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, സേവനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ബിഹുസ്നി സുഹബതി, ഞാൻ ഏറ്റവും കൂടുതൽ ആരോടാണ് കടമയും കടപ്പാടും വെച്ച് പുലർത്തേണ്ടത് റസൂലേ? മാതാപിതാക്കളിൽ ഏറ്റവും കടപ്പാട് എനിക്ക് ആരോടാണ് ഹബീബേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയെ നീ ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉമ്മയോടാണ് കടമയും കടപ്പാടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്. രണ്ടാമതും അദ്ദേഹം ചോദിക്കുന്നു, സുമ്മമൻ യാ റസൂലല്ലാഹ്, രണ്ടാമത് ആരോടാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മക്ക, നിന്റെ മാതാവിനെ നീ ഗുണം ചെയ്യണേ, അവരെ നീ ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, നബിയേ
നബിയേ മൂന്നാമത് ആരോടാണ് റസൂലേ, ആരോടാണ് ഹബീബേ? ഒന്നാമതും രണ്ടാമതും തങ്ങൾ പറഞ്ഞത് ഉമ്മയോടെന്നാണ്. മൂന്നാമത് ആരോടാണെന്ന് റസൂലുള്ളയോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് മൂന്നാമതും പറയുകയാണ് ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്, മാതാവിനോടാണ്. 3 പ്രാവശ്യം ഉമ്മയെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ. 4ാമത്തെ പ്രാവശ്യവും വീണ്ടും ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു ഫുമ്മൻ യാ റസൂലല്ലാഹ്, 4ാമത് ആരോടാണ് റസൂലേ, റസൂലേ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അബൂക, നിന്റെ വാപ്പയോടാണ്, വാപ്പയോടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം ഉമ്മയെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് 4ാമതായി വാപ്പയെ പറഞ്ഞത്? ഈ 10 മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. നിന്നെ നൊന്ത് പ്രസവിച്ചതും പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയാണ്, ഉമ്മയാ. നിനക്ക് 2 വർഷം മുലപ്പാൽ ഊട്ടിയതും ആ പ്രിയപ്പെട്ട ഉമ്മയാണ്, ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നുകൊണ്ട് നടന്നത്, രാവും പകലും ഉറക്കമുളച്ച പ്രിയപ്പെട്ട മാതാവിന്റെ നൊമ്പരം ഒരാളും അറിയുന്നില്ല. ഇന്ന് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് നടക്കുന്നവനെ, ഈ ഭൂമിയിൽ ചവിട്ടുന്നവനെ, ഉമ്മയുടേതാകുന്ന അടിപ്പള്ളിയുടെ അടിഭിത്തിയിലാണ് ആദ്യമായി നീ ചവിട്ടി നടന്നത് എന്നറിയണേ, അറിയണേ. നീ ചെറിയതാകുന്ന മനുഷ്യനായിരുന്നു, ഒന്നുമല്ലാത്ത കുട്ടിയായിരുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ് ആദ്യമായി നീ കാലുറപ്പിച്ചുകൊണ്ട് ചവിട്ടിയത് എന്ന് പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി സൂറത്തു തഗ്റിലൂടെ പഠിപ്പിക്കുകയാണ് ഹൽ അതാലൽ ഇൻസാൻ ഹീനം മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വഇമ്മാ കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ചോദിക്കുകയാണ് ഹൽ അതാലൽ ഇൻസാൻ ഹീനം മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടുന്നതായ ഒരു വസ്തുവാകുന്നതിന് മുമ്പ് ഇന്ന് ഈ സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ബിരുദധാരിയാണ്, ഇന്ന് നീ ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ്, ഇന്ന് നീ ലോകം അറിയപ്പെട്ടതാകുന്ന ഡോക്ടറാണ്, ഇന്ന് ലോകം അറിയപ്പെട്ട എഞ്ചിനീയറാണ്, ഇന്ന് ലോകം അറിയപ്പെട്ടതാകുന്ന MBBS ബിരുദധാരിയാണ്, ഇന്ന് നീ ലോകം അറിയപ്പെട്ട വലിയ ശാസ്ത്രജ്ഞനാണ്. ഈ ഒരവസ്ഥയിലേക്ക് നീ എത്തുന്നതിന് മുമ്പ് നീ ഒന്നുമില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ രൂപപ്പെട്ടതിന്റെ ഘടനയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ്. ثم جعلناه نطفة في قرار مكين. വാപ്പയുടെ മുതുകിലക്കളിൽ നിലകൊണ്ടിരുന്നതായ ബീജത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയുടെ ജനനേന്ദ്രിയത്തിലൂടെ ഉമ്മയുടേതാകുന്ന ഗർഭാശയത്തിലേക്ക് നിന്നെ കൊണ്ടുവരുകയാണ്. കേവലം ഒരു ബീജത്തുള്ളിയായി അല്ലാഹു നിന്നെ നിലനിർത്തുകയാണ്. ثم خلقنا النطفة علقة, പിന്നെ ആ ബീജത്തുള്ളിയെ ഒരു രക്തക്കട്ടയായി അല്ലാഹു
അല്ലാഹു മാറ്റുകയാണ്. ثم خلقنا العلقة مضغة. ആ രക്തക്കട്ടയെ അല്ലാഹു ഒരു മാംസക്കട്ടയാക്കി മാറ്റുകയാണ്. ثم خلقنا المضغة عظاما. പിന്നെ ആ മാംസക്കട്ടയിലേക്ക് അല്ലാഹു എല്ലുകൾ കൊണ്ട് പൊതിയുകയാണ്. തീർന്നില്ല. فكسونا العظام لحما. ആ മാംസക്കട്ട അല്ലാഹു അതിലേക്ക് എല്ലുകൾ അസ്ഥിപഞ്ജരങ്ങൾ പൊതിഞ്ഞതിന് ശേഷം വീണ്ടും അതിലേക്ക് അല്ലാഹു മാംസം കൊണ്ട് പൊതിയുകയാണ്. ചർമ്മം കൊണ്ട് അല്ലാഹു മനോഹരമാക്കുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആര് കണ്ടാലും കൊതിക്കുന്ന, ആര് കണ്ടാലും ആകർഷണത്വമുള്ളതായ ഒരു രൂപത്തിലേക്ക് ആകാര സൗഷ്ഠവമുള്ള മനുഷ്യനായി, അംഗലാവണ്യമുള്ള സഹോദരിയായി അല്ലാഹു ശരീരത്തിന്റെ ഘടനയെ മനോഹരമായി സൃഷ്ടിപ്പിലൂടെ നൽകിയല്ലോ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മനുഷ്യനെ മനോഹരമായി സൃഷ്ടിച്ചതായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എത്ര നല്ല രൂപത്തിലും ഭാവത്തിലുമാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ചിന്തിക്ക് നിങ്ങൾ. ഈ മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ താഴോട്ടുള്ളതിന് പകരം മുകളിലോട്ടാണെങ്കിലും ഒന്ന് ചിന്തിക്കും. അത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഉണ്ടോ? എല്ലാം അതിന്റെ കൊടുക്കേണ്ട ഭാഗത്ത് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. കാണാൻ നല്ല ഗ്ലാമറുള്ള വ്യക്തിയായി അല്ലാഹു ഓരോരുത്തരെയും മാറ്റി. വ്യത്യസ്ത മുഖഭാഗങ്ങൾ, ഒരാളുടെ രൂപം വേറൊരാൾക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും വിരലുകൾ തന്നെ വേറെ. ഒരാളുടെ തമ്പ് മറ്റൊരാൾക്കില്ല. ഒരാളുടെ ഇടത് കൈ തമ്പ് വെച്ചാൽ അത് മതി അല്ലെ? എയർപോർട്ടിൽ പോലും ഇപ്പം കണ്ണും തമ്പും വേറൊന്നും നോക്കുന്നില്ല. കയറ്റി വിടുകയാണ്. യാ അല്ലാഹ് പൊയ്ക്കോ. അടുത്ത തിരിച്ചു വരുമ്പോഴത്തേക്ക് എക്സിറ്റ് അടിക്കുമ്പോഴും നോക്കും ഹൈവാൻ തന്നെയാണോ വന്നിരിക്കുന്നത്. നോക്കും. ഓക്കെ എന്നാ പൊയ്ക്കോ. എന്താണ് എത്ര മനോഹരമായിട്ടുള്ള സൃഷ്ടിപ്പാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ചിന്തിക്കാത്തത് എന്ത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസങ്ങൾ വെച്ചുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി അതിന്റെ പതാകുന്ന പരിവർത്തനം ഉണ്ടായിട്ടുള്ളത്. അത് പാകപ്പെടലുകൾ 40 ദിവസങ്ങൾ കൂടുമ്പോഴാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തക്കട്ട, പിന്നെ അത് മാംസക്കട്ടയായി. മാംസക്കട്ട അതിലേക്ക് എല്ലുകൾ പൊതിഞ്ഞു. പിന്നെ അതിലേക്ക് വീണ്ടും മാംസങ്ങൾ വന്ന് പൊതിഞ്ഞു. ചിന്തിക്കതിന്റെ ഘട്ടങ്ങൾ. ഇതെന്നാ ഇത് പറയുന്നത്? മനുഷ്യൻ്റെതാകുന്ന ശരീരത്തിന്റെ ഘടനയെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ അടുത്താണ് ശാസ്ത്രം ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്, ആദ്യം മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനുഷ്യന്റെ രൂപഘടനയെക്കുറിച്ച് പഠിക്കുന്നത് ഇപ്പോഴാണ്. ശാസ്ത്രം ഇപ്പോഴാണ് വെളിപ്പെട്ടത്. 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞതാകുന്ന ഈ ആയത്തുകൾ ഇന്നും അത്ഭുതത്തോടു കൂടിയാണ് ശാസ്ത്രം വീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. ഓരോ 40 ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുകയാണ്, മാറുകയാണ്. ആദ്യം ബീജത്തുള്ളിയായിരുന്നു, രക്തക്കട്ടയാകുന്നു, രക്തക്കട്ട മാറിയിട്ട് മാംസക്കട്ടയാകുന്നു, അതിലേക്ക് എല്ലുകൾ, അസ്ഥികൾ, കാണുന്നതാകുന്ന നരമ്പുകൾ എല്ലാം വന്ന് ചേർന്നു. പിന്നെ അതിലേക്ക് നല്ല മനോഹരമായി 120 ദിവസം എത്തുമ്പോൾ അതിലേക്ക് നല്ല എല്ലുകൾ വന്ന് പൊതിഞ്ഞിട്ടാണ് സുമ്മ യുർസില ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അല്ലാഹു അയക്കും. ആ മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതും, ആത്മാവ് നൽകും. 120 ദിവസമാകുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം രൂപമാകുമ്പോഴാണ് കുട്ടിക്ക് എന്തിടുന്നത്? റൂഹ് ഊതുന്നത്. അതുകൊണ്ടല്ല ഗർഭിണികളാകുന്ന സഹോദരിമാർ അവരുടെ വയറ്റിൽ കുട്ടിയുണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ്. കാരണം ഈ 4-ാം മാസമാണ് ഇവൻ ചവിട്ട് തുടങ്ങാണ്ട് കാലുകൊണ്ട്. അപ്പൊ തുടങ്ങിയ ചവിട്ടാണ്. പിന്നെ അടിവേറിന് ആലാക്ക് ചവിട്ട് അന്ന് തുടങ്ങിയതാണ്. ആദ്യം തന്നെ ഇവൻ ഭൂമിയിൽ കാലുവെച്ചത് എവിടെയാ? ഉമ്മയുടെ വയറ്റിലേക്കാണ്. ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ് ആദ്യമായി തന്നെ ആ ചെറുപ്പക്കാരൻ, ആ ചെറിയ കുട്ടി ചവിട്ടുതാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവൻ വലുതായി യുവാവായപ്പോൾ അതേ ചവിട്ട് തന്നെ നേരിട്ട് നടത്തുകയാണ്. നഊദു ബില്ലാഹ്. അന്നത്തെ ആദ്യത്തെ ആ ദിവസം, കുട്ടിയുടെ ചവിട്ട് കൊണ്ട ദിവസമൊക്കെ ഭാര്യമാർക്ക് മറക്കാൻ പറ്റും? അമ്മമാർക്ക്
അത് ചോദിക്കണം ഉമ്മയുടെ ഒക്കെ വീട്ടിൽ പോയിട്ട്. അപ്പൊ ഉമ്മ പറയും, അല്ലാഹുവേ അന്ന് നീ ഉണ്ടാക്കിയ കോലാഹലം ഒന്നും പറയണ്ട, വലിയ സംഭവമായിരുന്നു. പഴയ കാലം ഉമ്മ ഓർത്തെടുത്തിട്ട് പറയും, പ്രത്യേകിച്ച് മക്കളുടെ ചെറിയ കുസൃതിയുടെ കാലഘട്ടം, ഇവനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായ പ്രയാസം, അന്ന് ഉറങ്ങിയിട്ടില്ല, ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു, ഇന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒക്കെ ഉമ്മമാർ ഓർത്തു പറയും. ഇതൊന്നും നിനക്ക് ചോദിക്കാൻ സമയമില്ലല്ലോ. സമയം കിട്ടുമ്പോൾ ഉമ്മയുടെ അതൊക്കെ ചോദിക്കണം, ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ ഹാൽ എങ്ങനെയായിരുന്നു. അപ്പൊ ഉമ്മ പറയും, പണ്ട് നിന്റേതാകുന്ന കുസൃതികളും നിന്റെ വികൃതികളും ഒക്കെ നിനക്ക് പരിചയപ്പെടുത്തും. അത് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ അവർക്കൊരു സന്തോഷമേ ഉള്ളൂ. കാരണം അവർക്കതൊന്നും ഒരു മനസ്സിലൊരു പ്രയാസവും ഇല്ല. നിനക്ക് വേണ്ടി ജീവിച്ചതാണ് പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ചതാണ് പ്രിയപ്പെട്ട ഉപ്പ. അല്ലാഹുവേ ഇരുവർക്കും നീ സ്വർഗം കൊടുക്കണേ. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 2022 വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, ആ കപ്പും വാങ്ങിയിട്ട് മെസ്സിയും കൂട്ടരും പറന്നുപോയി. ലോക ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ചതാകുന്ന വേൾഡ് കപ്പായിരുന്നു ഇപ്രാവശ്യത്തെ ഖത്തർ വേൾഡ് കപ്പ്. കാരണം കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കിയിട്ടുള്ളതാകുന്ന വേൾഡ് കപ്പാണ്. അതിനപ്പുറവും ഏറ്റവും വലിയതാകുന്ന ഇതുവരെ നടത്തിയിട്ടുള്ള വേൾഡ് കപ്പിൽ ഏറ്റവും നമ്പർ 1 ആണ് എന്ന് ഫിഫയുടെ അധികൃതർ തന്നെ ഖത്തറിനെ അറിയിച്ച വിവരവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ലോക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും എല്ലാവരാലും സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാകുന്ന ഒരു ടീം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, മൊറോക്കോ ടീമായിരുന്നു. മാധ്യമങ്ങളൊക്കെ അവരെക്കുറിച്ച് രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് മൊറോക്കോ ടീമിനെ അത്രയേറെ ശ്രദ്ധ ചെലുത്തിയത്? കഴിഞ്ഞ 24 വർഷമായിട്ട് അവർ ഒരു കളിയിൽ പോലും വിജയം വരിച്ചിട്ടില്ല വേൾഡ് കപ്പിൽ. പഠിച്ചു വെക്കണം നമ്മൾ. 24 വർഷം മുമ്പ് വേൾഡ് കപ്പിൽ, ഫ്രാൻസിൽ വെച്ച് നടന്നതായ ഒരു വേൾഡ് കപ്പിൽ സ്കോട്ട്ലാൻഡിനോടുള്ള ഒരു ജയമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഇതുവരെ വേൾഡ് കപ്പിൽ ഒരൊറ്റ കളി പോലും ജയിച്ചിട്ടില്ല. അവരാണ് ഈ കഴിഞ്ഞ 2022 32 രാജ്യങ്ങളോട് മാറ്റുരച്ചതാകുന്ന കളികൾ അവർ 4ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല 206 കോടി രൂപ കരഗതമാക്കി അവരുടെ കോച്ച് വലീദടക്കം യാത്ര തിരിച്ചു. എന്തുകൊണ്ട് അവരെ ചാനലുകൾ പുകഴ്ത്തി? എന്തുകൊണ്ട് ഓരോ ഗോളടിക്കുമ്പോഴും ഗ്യാലറിയിൽ ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉമ്മ കൊടുക്കുന്നതായി കാണാമായിരുന്നു. കണ്ടായിരുന്നു? അങ്ങനെ ഷാഫി ഉണ്ടോ? ഓരോ ഗോൾ കൊടുക്കുമ്പോഴും നേരെ ഗ്യാലറിയിൽ പോയിട്ട് ആർക്കും ഉമ്മ കൊടുക്കും? ഉമ്മാക്ക് ഉമ്മ കൊടുക്കുക. കളിയും മറ്റു വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നതാകുന്ന ശ്രദ്ധ ചെലുത്താൻ പറഞ്ഞ കാര്യമാണ്. അവരുടെ ജീവിതത്തിൻ്റെതാകുന്ന പടവിന്റെ കയറ്റം അതായിരുന്നു. മാതാപിതാക്കളോടുള്ള സ്നേഹം, അവരോടുള്ള ഇഷ്ടം, അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുതിപ്പിലേക്ക് എത്തിച്ചത്. മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് കളിക്കാരെ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പൊക്കെ കണ്ടവരൊക്കെ ഈ സദസ്സിലുണ്ടാവും. ഗോളടിക്കുമ്പോഴും കളിക്ക് ശേഷവും ഒക്കെ കാണിക്കുന്നത് എന്താ? വികൃതികൾ, കുസൃതികൾ നമ്മൾ കാണാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോട്, അല്ലെങ്കിൽ കാമുകിയോട്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തന്നെ ലിപ് ലോക്ക് ചെയ്ത് ചുംബനം കൊടുത്ത് മണിക്കൂറുകളും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് സ്വന്തം മാതാവിന് ചുംബനം കൊടുക്കാൻ ആ കളിക്കാരെ നിർബന്ധിതാക്കി തീർത്തു. കളിക്ക് ശേഷം വലീദെന്ന കോച്ചിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, രക്ഷിതാക്കളോടൊപ്പമുള്ളത് ജയമാണ് യഥാർത്ഥ ജയം എന്നാണ് മൊറോക്കോയുടെ കോച്ച് പറഞ്ഞത്. ഒരു ജയം പൂർണ്ണമായി തീരുന്നത് ആരോടൊപ്പമുള്ള ജയമാകുമ്പോഴാണ്? രക്ഷിതാക്കളോടൊപ്പമുള്ള ജയമാണ്. മാർക്ക് വാങ്ങി വീട്ടിൽ വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാവും പിതാവും തന്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് വലുതാണ്. ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ വാപ്പയോട് പറയുന്ന സന്തോഷം. മക്കളുടെ മാർക്ക് നമ്മൾ നോക്കിയിട്ട് സന്തോഷം പങ്കുവെക്കണം. കണ്ടിട്ട് ഇത് കുഴപ്പമില്ല, ഇത് അതിനേക്കാൾ നല്ല മാർക്ക് വണ്ടിയാൻ വാങ്ങുമായിരുന്നു എന്ന് പറയുന്നതിലല്ല. എത്ര കുറവാണെങ്കിലും ഒന്ന് ചേർത്ത് കെട്ടിയിട്ടൊരു ചുംബനം കൊടുക്കുമ്പോൾ, ഉമ്മ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ട് തരുമ്പോഴുണ്ടാകുന്ന മാനസികമാകുന്ന ഒരടുപ്പം അത് വലുതാണ്. അതവരുടെ ജീവിതത്തിലേക്കുള്ള കുതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഗോളും, കളി ജയിക്കണ്ട, ഓരോ ഗോളടിക്കുമ്പോഴും ഓടിപ്പോകുന്നത് ഗ്യാലറിയിലേക്ക്. മലയാളത്തിലെ ഒരു മുത്തശ്ശി പത്രം, മുസ്ലിം പത്രമല്ല, ഒരു മുത്തശ്ശി പത്രം തന്നെ രേഖപ്പെടുത്തി അന്നത്തെ എഡിറ്റോറിയലിൽ മൊറോക്കയുടെ സമ്മാനം ഉമ്മയ്ക്ക് ഒരു ഉമ്മ എന്ന് രേഖപ്പെടുത്തി. ഞാനതാ പറഞ്ഞത്, വായിക്കേണ്ടവരൊക്കെ വായിച്ചു, ശ്രദ്ധിക്കേണ്ട ആളുകളൊക്കെ ശ്രദ്ധിച്ചു.
അവരായിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല ടീം എന്ന് പറയേണ്ടി വരും, ആദർശപരമായി, ആശയപരമായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് ശേഷം അട്ടിമറി വിജയത്തിലൂടെ 4ാം സ്ഥാനം കരഗതമാക്കി നല്ലൊരു സ്ഥാനം കൈപ്പറ്റിക്കൊണ്ടവർ പോവുകയും ചെയ്തു. നല്ലൊരു സമ്മാനം കൈപ്പറ്റിപ്പോയി. ലോകരാജ്യങ്ങളിൽ അവരെ ശ്രദ്ധിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. മാതാവിനും പിതാവിനും ഗുണം ചെയ്താൽ ദുനിയാവ് കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതൊന്നുമല്ല, ഖുർആൻ തന്നെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, സമയമില്ല. സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന് പറയുന്ന പശുവിന്റെ ചരിത്രം തന്നെ അതിലേക്കാണ് സൂചിക. പഠിക്കണം ഈ ഉമ്മത്ത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മാതാവിന്റെയും പിതാവിന്റെയും ദുആ വല്ലാത്ത ദുആ ആണ് സഹോദരങ്ങളെ. അനുകൂലമായി ദുആ ചെയ്താലും അല്ലാഹു കബൂലാക്കും, പ്രതികൂലമായി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. അതാണ് അവരുടെ ദുആന്റെ പ്രത്യേകത. അനുകൂലമായി ദുആ ചെയ്താലും രക്ഷപ്പെട്ട്, പ്രതികൂലമായി ദുആ ചെയ്താലും ഇടങ്ങേറായി. രണ്ടും കിട്ടും. എന്താ നമ്മൾ വേണ്ടേ നമ്മൾ ചിന്തിച്ചോളി. നമ്മുടെ പ്രവർത്തനം അതിനനുസരിച്ചായിക്കോ. മനസ്സ് നൊന്താ പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ദ്വാരക്കണമെന്നൊന്നുമില്ല, കൈ ഉയർത്തണമെന്നൊന്നുമില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഉമ്മ വഫാത്തായതിനു ശേഷം അല്ലാഹുവുമായുള്ള മുനാജാത്തിന് വേണ്ടി തൂർ സീനാ പർവതത്തിലേക്ക് കയറുകയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം കയറുമ്പോൾ ആ തൂർ സീനാ പർവതത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് കാലൊന്ന് വഴുതുകയാണ്. പെട്ടെന്ന് മലമുകളിലുള്ള പുൽച്ചെടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പിടുത്തമിടുമ്പോ ഒരശരീരം മുഴങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ മൂസാ, കലീമുല്ലാഹി മൂസാ നബിയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, മൂസാ നബിയേ, നിനക്ക് വേണ്ടി പകലന്തിയോളം ദുആ ചെയ്തിരുന്ന പ്രിയപ്പെട്ട മാതാവ് ഇന്നെല്ലാവർ ഖബറിലാണ്. ഉമ്മ മരണപ്പെട്ടു പോയ വിവരം അറിയണേ മൂസാ, അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണേ. ഇനി നിന്റെ കാലുകൾ വഴുതി വീഴാം, നീ പ്രയാസത്തിൽ അകപ്പെടാം. മൂസാ അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനോട്, ഉലുൽ അസ്മിൽപ്പെട്ടതാകുന്ന പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ മുസ്ലിമത്തെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ് മാതാവും പിതാവും എന്ന് തിരിച്ചറിയണേ. നീ വീട്ടിൽ നിന്ന് കാറെടുത്ത് പുറത്തേക്ക് പോകുമ്പോ, ബൈക്കെടുത്ത് പുറത്തേക്ക് പോകുമ്പോ, ജനലിന്റെ അടികിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാത്തോളണേ അല്ലാ, നീ കാക്കണേ അല്ലാ എന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ നോട്ടം കൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, ആ ഒരൊറ്റ ദുആയിനോളം വലുതല്ല നിന്റെ ജീവിതത്തിൽ. നീ എന്തു കൊടുത്താലും മതിയാവുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാണ്. വാപ്പയെ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ തലയിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണ്, തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണ്. 7 പ്രാവശ്യം വിശുദ്ധമായ കഅബ തവാഫ് ചെയ്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടി ഹജ്ജിന് വന്നതാണ്. ആ ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. ഞാനിതാ തവാഫ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇഫാദത്തിന്റെ തവാഫ് ഞാൻ പൂർത്തീകരിച്ചിട്ട് ഇനി ഇതാ സഫാ മറുവക്കിടയിൽ സഅയ് ചെയ്യാൻ പോയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടുള്ള കടമ പൂർത്തീകരിച്ചില്ലേ? അങ്ങകലെ യമനിൽ നിന്ന് വരുകയാണ്, യമൻ ദേശത്ത് നിന്ന് ഞാൻ വരുകയാണ്. എന്റെ ഉമ്മയ്ക്ക് വിശുദ്ധമായ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെ തൂക്കിയെടുത്ത് എന്റെ തോളിലിരുത്തി യമനിൽ നിന്ന് ഞാൻ വിശുദ്ധമായ മക്ക വരെയും, മക്കയിലെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ആ ഉമ്മയെ ആ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്ത ഞാൻ, ആ ഉമ്മയോടുള്ള കടമകൾ പൂർത്തീകരിച്ചവരല്ലേ
പൂർത്തീകരിച്ചവനല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നിന്റെ മാതാവും പിതാവും നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഖിദ്മത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ, അതെല്ലാം കൂടി ഒരു ത്രാസിൽ വെച്ചാൽ, നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായ ഹജ്ജ് ഒരിക്കലും അതിനെ പകരമാക്കാൻ പറ്റുകയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ് ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് സഹോദരങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് പെങ്ങളെ, സഹോദരിമാരെ. 18ന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാർ സ്വന്തം മാതാവിനെ മറക്കുന്ന മക്കളായി മാറിയില്ലയോ? നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന സഹോദരങ്ങളായി 20 വയസ്സുള്ളതാകുന്ന യുവാക്കൾ മാറിയില്ലയോ? വാപ്പയും ഉമ്മയും ചീത്ത വിളിക്കുകയാണ്, എന്റെ വാപ്പ എനിക്കൊരു സൗഭാഗ്യം നൽകിയിട്ടില്ല, എനിക്ക് വീട് നൽകിയില്ല, എനിക്ക് കൂട് നൽകിയില്ല, എനിക്ക് വാഹനം നൽകിയില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്ന മക്കളായി മാറിയില്ലയോ? എവിടേക്കാണ് മുസ്ലിമേ നിന്റെ പോക്ക്? ഏത് യുഗത്തിലാണ് നീ ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്? മരണത്തെ കുറിച്ച് നിനക്ക് ഭയമില്ലേ? ഖബറിനെ കുറിച്ച് നിനക്ക് ആലോചനയില്ലേ? മഹ്ശറയെ കുറിച്ച് നിനക്ക് ഭയപ്പാടില്ലേ? ഭയാനകമാകുന്ന ലോകത്തെ കുറിച്ച് നിനക്ക് ചിന്തയില്ലേ? കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാൾ നരകത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ ഇതിനെ കുറിച്ചെല്ലാം വിചാരണ ചെയ്യുമെന്നുള്ള ബോധമില്ലേ? വാപ്പയും ഉമ്മയും എനിക്കൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തൃണവൽഗണിക്കുകയാണ്. അവരുടെ വീട് പിടിച്ചെടുത്തിട്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയാണ്. നഊദു ബില്ലാഹ്. 728 വൃദ്ധസദനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. 728 വൃദ്ധസദനങ്ങളാണ് ഈ ഇന്ത്യ രാജ്യത്തുള്ളത്. അതിലേറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളമെന്ന് പഠിക്കണേ. 625 വൃദ്ധസദനങ്ങളിലായി 10,500ഓളം വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ കടക്കുകയാണ്. മക്കൾ നോക്കാനില്ല, കുടുംബങ്ങൾ നോക്കാനില്ല, അയൽവാസികളില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, സമൂഹമില്ല, സമുദായമില്ല. ഒറ്റപ്പെടലിന്റെ ദിനരാത്രങ്ങളായവർ കഴിച്ചു കൂട്ടുകയാണ്. ഉറുമ്പടിച്ചതാകുന്ന ജീവച്ഛവങ്ങളായി എത്രയോ ആളുകളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഈ അടുത്തിടെ തന്നെ പാലക്കാടിന്റെ തിരുവോരത്ത് നിന്ന് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പാവപ്പെട്ടതാകുന്ന കുടുംബങ്ങളുടെ ദീനരോധങ്ങൾ ലൈവിലൂടെ നമ്മൾ കണ്ടില്ലയോ? എത്രയോ പാവങ്ങളാണ് കിടക്കുന്നത്. മക്കളാണ് കൊണ്ടുവന്നാക്കിയിട്ട് പോയത്. വാപ്പയെ വേണ്ട, എനിക്ക് ഉമ്മയെ വേണ്ട. അവരുടെ സമ്പത്ത് മാത്രമാണ് മനുഷ്യനാശ. അവരുടേതാകുന്ന ജീവിതത്തിൽ അവർ നൽകിയത് മുഴുവനും ഏറ്റെടുത്ത് അവർ കൊണ്ടുവന്നതായ സർവ്വസമ്പാദ്യവും ഭരിച്ചെടുത്ത് അവരെ പെരുവഴിയിലേക്ക് നമ്മുടെ മക്കൾ തള്ളിവിടുകയാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. 18 വയസ്സുള്ള എത്രയോ സഹോദരിമാരാണ് എനിക്കെന്റെ ഉമ്മ നൽകിയ സ്നേഹം പോരാ, എനിക്കെന്റെ പിതാവ് നൽകിയ സ്നേഹം പോരാ എന്ന് പറഞ്ഞ് ഇന്നലെ കണ്ടതാകുന്ന കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി തന്റെ മാതാപിതാക്കളെ തൃണവൽഗണിച്ചുകൊണ്ട് ഒളിച്ചോടാൻ വെമ്പലോടി നിൽക്കുന്ന മുസ്ലിം സഹോദരിമാരില്ലേ? പേരക്കാപ്പള്ളിയിലുള്ള ഏതെങ്കിലും മുസ്ലിം സഹോദരിമാര്, ഏതെങ്കിലും സഹോദരിമാരെന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും ഈ സദസ്സ് വീക്ഷിക്കുന്നതായ ലോകത്തിന്റെ ഏത് കോണിലുള്ളതാകുന്ന സഹോദരങ്ങളാകട്ടെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത ഒരു യാത്രയും ഖൈറിലാവുകയില്ല. അതല്ലേ 5 വർഷം പോലും അത്തരത്തിലുള്ള പ്രേമവിവാഹങ്ങൾ പൂവണിഞ്ഞ് നമ്മൾ കാണാത്തത്? ഈ കൊച്ചു കേരളത്തിൽ പോലും 50-ൽ പരം സിനിമാ നടീനടന്മാർ 1-ലധികം വിവാഹ ജീവിതമാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യ വിവാഹങ്ങൾ മുഴുവനും അവർ അലസിപ്പോവുകയാണ്. എന്തേ? അവർക്ക് പ്രേമിക്കാൻ അറിയാത്തവരാണോ? നല്ലതുപോലെ പ്രേമിച്ച് ജീവിതം കാഴ്ചവെച്ച് അഭിനയത്തിന്റെ വലിയൊരു മുഹൂർത്തങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച സിനിമാ നടന്മാരും നടിമാരും അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് യഥാർത്ഥമാകുന്ന ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. എത്രയോ ആളുകളാണ് പിരിഞ്ഞ് ജീവിക്കുന്നത്. എത്രയോ ആളുകളാണ് മോശമായ തലത്തിലേക്ക് പോയിട്ടുള്ളത്. 5 കൊല്ലം കഴിയുമ്പോൾ മകളതെ കാണുന്നത് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ ചത്ത് കിടക്കുന്നതാണ്, ഏതെങ്കിലും വഴിയേതെങ്കിലും ഓടകളിൽ ചത്ത് കിടക്കുന്നതാണ്. ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി എത്രയെത്ര പെൺകുട്ടികളാണ് കഴിഞ്ഞു പോയത്.
മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായ മക്കളല്ലയോ? എനിക്കെന്റെ വാപ്പയെ ഇഷ്ടമല്ല എന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട്, വക്കീലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരസ്യമായി പറയാൻ നാവ് ഒരുമ്പെട്ട പെണ്ണേ, അന്യരാകുന്ന കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ നിനക്ക് എന്ത് സൗഭാഗ്യമാണ് പൊന്നമോളെ കിട്ടിയിട്ടുള്ളത്? ഈ ദുനിയാവും നഷ്ടപ്പെട്ടില്ലയോ, ആഖിറവും നഷ്ടമായില്ലയോ? എത്രയോ സഹോദരിമാരാണ് കണ്ണീരും കയ്യുമായി ഈ ദുനിയാവിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മിനൽ കബായിർ മിനൽ കബായിർ ബുകാഉൽ വാലിദൈൻ, മാതാവിനെയും പിതാവിനെയും കരയിക്കലാണ് ഏറ്റവും വലിയ വൻപാപമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വൻപാപങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ശിർക്ക് ചെയ്യുന്നത് പോലെ, കള്ളു കുടിക്കുന്നത് പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, പലിശയുമായി ബന്ധപ്പെടുന്നത് പോലെ, മാതാപിതാക്കളെ കരയിക്കൽ, അവരെ വേദനിപ്പിക്കൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മിനൽ കബായിർ, മാതാപിതാക്കളെ കരയിപ്പിക്കൽ അത് വൻ പാപമാണ് സഹാബ, വൻ പാപമാണ് സഹാബ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ആളുകളാണ്, എത്ര സഹോദരിമാരാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ, അവരെ ദുഃഖിപ്പിച്ചവരെ, പ്രയാസപ്പെടുത്തിയവരെ, അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് അവരുടെ സമ്പത്ത് കൊണ്ടുപോയി എഴുതിയെടുത്തവരെ എത്ര ആളുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മൂവാറ്റുപുഴയിൽ തന്നെ ഒരസയുടെ അടുക്കലേക്ക് തന്റെ പ്രിയപ്പെട്ട മാതാവ് പോയി പരാതി പറഞ്ഞില്ലേ? 9 മക്കളുണ്ട്, ആ 9 മക്കള് തന്നെ നോക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞതാകുന്ന ചിത്രം ഇന്നും പത്രത്തിൽ വന്ന വാർത്ത എന്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, ഇന്നും സമൂഹത്തിൽ നടക്കുന്നില്ലേ? മീഡിയയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. എത്രയോ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും വിഷയങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നതായ സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനിൽ ഇസ്രായേലി ജനതയിലെ ഒരു മനുഷ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. അതാണ് അൽ ബഖറ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? ഇസ്മായിലേ, അൽ ബഖറ. ഇസ്മായിൽ നമ്മുടെ ഏറ്റവും അടുത്ത സൂറത്താണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽ ബഖറ എന്ന് പറയുന്ന സൂറത്ത് എന്താണ്? ആ സൂറത്ത് പശുവിന്റെ ചരിത്രം. എന്താ ചരിത്രം? അതാ പഠിക്കേണ്ടത്, ഉമ്മത്ത് പഠിക്കേണ്ട ചരിത്രമാണ്. സമയമുണ്ടല്ലോ അല്ലേ? 10 മിനിറ്റ് കൂടെ പറഞ്ഞൂടെ? അജേരി ഇരിക്കൂലേ? ക്ഷീണമുണ്ടോ? പോണ എവിടെ ക്ഷീണം? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ക്ഷീണവും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനിൽ 100ൽ 90% അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുകളുള്ളൂ, വിധികളുള്ളൂ. നിസ്കരിക്കുക, നോമ്പൊടിക്കുക, കള്ളുകുടിക്കരുത്, വിചരിക്കരുത്, ഇങ്ങനെ കൽപ്പന നിരോധന ക്രിയകൾ 10%. ബാക്കി 90 നല്ല ചരിത്രങ്ങളാണ്. പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽപ്പെട്ട ഒരു ചരിത്രമാണ്, ഇസ്രായേലി ജനതയിൽപ്പെട്ട ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമാണ് അവരുടേതാകുന്ന പ്രവാചകൻ. കൊലയാളി ആരെന്നറിയില്ല. വഇദ ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. കൊല ചെയ്യപ്പെട്ടതായ വ്യക്തിയെ അറിയാതെ തന്നെ ജനങ്ങൾ അന്യോന്യം പഴിചാരുന്ന ഘട്ടം. നിങ്ങളാണ് കൊന്നത് എന്നൊരു വിഭാഗം പറയുന്നു. അവർ പറയുന്നു മറ്റുള്ളവരോട്, നിങ്ങളാണ് ഇദ്ദേഹത്തെ വധിച്ചത്. ഇങ്ങനെ പ്രശ്നം വല്ലാതെ സങ്കീർണമായി. സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ധനികനായ മനുഷ്യന്, വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മകനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ആ ദത്തുപുത്രൻ മാത്രമേ ഉള്ളൂ. ആ മകനാണ് ഈ വിവരം ആദ്യം അറിയുന്നത്. അവൻ എല്ലാവരോടും പറഞ്ഞു. നാട്ടിലാകെ വലിയ വിഷയമായി, വലിയ വലിയ ചർച്ചയായി. ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഇസ്രായേലി ജനതയല്ലേ, കാടളകുന്ന പോലെയാണ്. കൗമെല്ലാം വന്നു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് വിഷയം അവതരിപ്പിച്ചു. ഖുർആൻ പറയുന്നു,
അവരങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പഴിചാരി, നിങ്ങളെ കൊന്നതെന്നൊക്കെ അയൽവാസികളോടൊക്കെ കുറ്റപ്പെടുത്തി. അവൻ്റെ കാശടിച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു, ഇയാളെ കൊന്നുകളഞ്ഞത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്കൊക്കെ അഭിമാനത്തിന് ക്ഷതം വന്നു. അതെന്താ നിങ്ങൾ ഞങ്ങളുടെ പേര് പഴിചാരി, നമ്മൾക്ക് ആ പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവസാനം മൂസാ നബി അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊലയാളി ഒന്ന് കിട്ടണം. ആരാണ് ഈ കൊന്നതെന്നറിയണമല്ലോ, കാരണം ഞങ്ങളുടെയൊക്കെ മേലിൽ ഇങ്ങനെ പഴിചാരിയിരിക്കവരെ. അപ്പോൾ കുറേ പേര് പറഞ്ഞു, അത് ഞങ്ങളെയും പറയുന്നുണ്ട്, ഞങ്ങളെയും ഇങ്ങനെ ചെറുതായിട്ട് ചിലർ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ആരാണ് കൊലയാളി എന്നറിയണം, അതിനൊരു ഉപാധി പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാണ് കൊലയാളി എന്നറിയണം. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ച റബ്ബേ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുകയാണ്, വഇദ ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹൂ ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വിവരം പറയുകയും പടച്ച റബ്ബ് പറഞ്ഞതിന് പ്രകാരം ആ സമൂഹത്തോട് അറിയിക്കുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹൂ ബഖറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊരു പശുവിനെ അറക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഖാലൂ അതത്തഖിദുനാ ഹുസ്വാ. ഉടനെ ഇസ്രായേലി ജനത അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മൂസാ നബിയെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്തിനാണ് പശുവിനെ അറക്കുന്നത്? ഞങ്ങളെ നീ പരിഹസിക്കുകയാണോ? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. വിവരക്കേട് പറയുന്നതിനെ, വിവരമില്ലാത്തത് പറയുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുകയാണ്. ആയത്തൊക്കെ ഒരുപാട് വിഷയങ്ങളിലേക്ക് സൂചിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ സമൂഹം ചോദിക്കുകയാണ്, ഞങ്ങളെ ഇസ്തിഹ്സാ ചെയ്യുകയാണോ, പരിഹസിക്കുകയാണോ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അതിന് മറുപടി കൊടുത്തത് എന്താ? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. പരിഹസിക്കുക എന്ന് പറയുന്നത് ആരാണത്? യഥാർത്ഥത്തിൽ ആരാ നടത്തുക? വിവരമില്ലാത്തവരുടെ പ്രവർത്തനമാണ്. അവനാണ് ബഹുമാനപ്പെട്ടവർ അത് പറഞ്ഞത്. പരിഹസിക്കുക എന്ന് പറയുന്നത് വിവരമില്ലാത്തവരുടെ പ്രവർത്തനമാണ്. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ മുസ്തഹ്സിഈൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. വിവരമില്ലാത്തവരെ തൊട്ട് എന്നെ കാക്കണേ. ആരെങ്കിലും നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാൻ പോകണ്ട? മറുപടി പറയാൻ പോകണ്ട. മനസ്സിലാക്കണം. നമ്മൾ അവർക്ക് മറുപടി പറയാൻ പോകണ്ട. കാരണം അവനാരാണ്? പരിഹസിക്കുന്നവനാരാണ്? ഖുർആൻ പറഞ്ഞത് എന്താ അവനെ കുറിച്ച്? വിവരമില്ലാത്തവൻ. പിന്നെ അവനോട് എങ്ങനെയാ പെരുമാറേണ്ടത്? അഅ്രിദു അനിൽ ജാഹിലീൻ. ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വിവരമില്ലാത്തവരെ ഒഴിവാക്കി വിടണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്തവരെ കണ്ട അതൊക്കെ വിട്ടേക്കണം. അത് വേറെ വിഷയം. ഞാനതാ പറഞ്ഞത്, ഖുർആൻ എങ്ങനെയാണ് മൂജസാൻ, കുറഞ്ഞ വാക്കും വിശാലമായ അർത്ഥത്തിലേക്ക് കുറിക്കുന്നതാണ്. ഒരുപാട് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. മുതഅല്ലിമീങ്ങളുണ്ട്, ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഒരു പശുവിനെ അറക്കണേ, അറുത്തിട്ടതിൻ്റെ നാവ് കൊണ്ട് ഈ മരിച്ചു കിടക്കുന്നവന്റെ ശരീരത്തിൽ അടിക്കണേ. അപ്പൊ അയാൾ എഴുന്നേറ്റിട്ട് പറയും, ജീവൻ എടുപ്പെടുകയൊക്കെ കൊലപാതകി ആരാണെന്ന് അയാൾ പറയും. അപ്പൊ കൗമി ചോദിച്ചു, എന്തേ പറയുന്നത്? ഒരാളെ കൊലപാതകിയാന്ന് പറയും. ആരാന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു തന്നാ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് ഖുർആൻ തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കും, ഭയങ്കര ചരിത്രം പറയുന്നുണ്ട്. ഇതേ സമൂഹത്തിൽ തന്നെ നിലകൊണ്ടിരുന്നതായ ഒരു ആബിദായ മനുഷ്യൻ, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം സ്വന്തം മകന് വേണ്ടി ഒരു ചെറിയ പശുക്കുട്ടിയെ അദ്ദേഹം അഴിച്ചുവിട്ടു. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിലേക്ക് നിന്നെ ഞാനിതാ ഏൽപ്പിക്കുന്നു, എന്റെ മകന് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പശുവിനെ അദ്ദേഹം അഴിച്ചുവിട്ടു. ചരിത്രമാണ്, ഞാൻ
ചുരുക്കി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾ ചോദിക്കാനുണ്ടല്ലോ, ഉമ്മായി നോക്കി എന്ത് കിട്ടും, വാപ്പായെ നോക്കി എന്ത് കിട്ടും? കിട്ടണമെങ്കിൽ ആദ്യം ഖുർആൻ ആദ്യം പഠിക്കുക. അൽ ബക്കറ എന്ന് പറയുന്ന ഖുർആന്റെ പശുവിന്റെ ചരിത്രം പഠിക്കുക. എന്താണ് അതിൽ പറയുന്നത്, അതിന്റെ ഉള്ളടക്കം പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മകന് വേണ്ടി ഞാൻ ഈ പശുവിനെ ഇതാ വിടുന്നു എന്ന് പറഞ്ഞു. വാപ്പ അങ്ങനെ വിട്ടു. വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മയുണ്ട്. ആ ഉമ്മക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് മകൻ നിലകൊള്ളാൻ ചരിത്രം പറയുന്നുണ്ട്. എല്ലാ തഫ്സീറും പറയുന്നുണ്ട് ഈ ചരിത്രം. ഈ മകൻ പകല് ജോലി ചെയ്യാൻ പോകും. എന്താ ജോലി? വിറക് വെട്ടാൻ പോവട്ടെ. വിറക് വെട്ടിയിട്ട് കിട്ടിയിട്ട് കൊണ്ടുവരും. നേരെ കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. ആ കിട്ടിയ സ്വത്ത് 3 ഡിവൈഡ് ചെയ്യും. വരുന്ന വഴിക്ക് തന്നെ 1/3 സദക്ക കൊടുക്കും. 1/3 സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബാക്കി വെക്കും. ബാക്കി ഏറ്റവും ലാസ്റ്റുള്ള 1/3 സ്വന്തം ഉമ്മാടെ കൈവശം കൊണ്ട് കൊടുക്കും. നേരത്തെ നമ്മൾ അബ്ദുൽ കലാമിന്റെ കാര്യം പറഞ്ഞ പോലെ ആശ കൊണ്ട് ഉമ്മക്ക് കൊണ്ട് കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഇടയ്ക്ക് കൊണ്ട് കാശ് കൊടുക്ക്. ഉയരണമെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇടയ്ക്ക് കൊണ്ടത് കൊടുക്കണം. 1000 ഒക്കെ കൊടുത്തു നോക്കിയേ, 10,000 അടുത്ത ആഴ്ച തിരിച്ചു കിട്ടും. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. 500, 1000 ഒക്കെ അവനവന്റെ ആസ്തി അനുസരിച്ച് അങ്ങോട്ട് സ്വതക്ക ചെയ്ത് നോക്ക്. വാപ്പാക്കും ഉമ്മാക്കും വലിയ ഹൈറാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറയാ ഉമ്മ അവനെ ഇളയവന്റെ വീട്ടിലല്ലേ, വാപ്പ മൂത്തവന്റെ വീട്ടിലല്ലേ, ഒക്കെ ആയിക്കോട്ടെ, കൊണ്ട് കാശ് കൊടുത്തു നോക്ക്. നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നുള്ളത് അപ്പം അറിയാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്ത് നിലകൊള്ളൽ തന്നെയാണ് പണി. കിട്ടുന്ന സമ്പാദ്യം 3/1 ഡിവൈഡ് ചെയ്യും. 1 മൂപ്പരെടുക്കും, 1 സദക്ക കൊടുക്കും, 1 കൊണ്ട് ഉമ്മാക്ക് കൊടുക്കും. രാത്രിയെ 3 ഡിവൈഡ് ചെയ്യും. ഇതേപോലെ ഇതൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഓതി പറഞ്ഞ സമയം അതുകൊണ്ട് ഓടിച്ചു പറയുന്നു. രാത്രി ഒരു ഭാഗം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, ഇബാദത്തെടുക്കും. രാത്രിയിൽ ഒരു ഭാഗം നല്ലതുപോലെ ഉറങ്ങും. പിന്നുള്ള ലാസ്റ്റ് 1/3 അദ്ദേഹം വന്നെന്ന് തന്റെ ഉമ്മാടെ തലയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ നിൽക്കും. ഉമ്മ ഉറങ്ങുമായിരിക്കും. പക്ഷെ ഈ കണ്ണ് തുറന്ന എന്തെങ്കിലും ആവശ്യം വേണമെങ്കിലോ അതിനുവേണ്ടി ഉറക്കം ഉളച്ച് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഉമ്മ അടുത്ത് വേറെ പണിയൊന്നുമില്ല, അവിടെ ദിക്റും തസ്ബീഹ് ഒന്നുമില്ല. ഉമ്മ അടുത്ത് വന്ന് തലയുടെ ഭാഗത്ത് അങ്ങനെ നിൽക്കും. തഫ്സീറിൽ കാണാം, അദ്ദേഹം സ്വന്തം ഇന്ദ റഅസിഹ, ഉമ്മയുടെ തലയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അടിയത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. നമ്മളാണെങ്കിൽ മുഖം മൂടി ഇട്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് വന്ന് നിൽക്കും. ആ കണ്ണു തുറന്ന ബോധം കെട്ട് വീഴണം. അതിനുവേണ്ടി അങ്ങനെയൊക്കെയുള്ള പരിപാടി നമ്മൾ ചെയ്യും. ഇതല്ല, ഖിദ്മത്തിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്, ഇരിക്കുന്നില്ല. വയക്കൂമു എന്നാണ് എടുത്തു പറയുന്നുണ്ട്. മാമിങ്ങൾ കള്ളം പറയൂലല്ലോ. വയക്കൂമ ഇന്ദ റഹസ്യ, ഉമ്മയുടെ തലഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ മകൻ വന്ന് വിനയത്തോടെ വന്ന് നിൽക്കുക. ഉമ്മ കണ്ണു തുറന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അപ്പ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. സുഖമില്ലാതെ അടക്കമല്ലേ ഉമ്മ. ഒരു ദിവസമല്ല, ജീവിതം മുഴുവനും. അതാണ് ഖിദ്മത്ത്. അല്ലാതെ 2 ദിവസം കൊണ്ടത് ഖിദ്മത്ത് എടുത്തിട്ട് 3ന്റെ അതിന്റെ കണക്ക് പറയല്ല. നമ്മൾ വലിയ ഖിദ്മത്ത് എടുത്തായിരുന്നു, ആ ഖിദ്മത്ത് എടുക്കലല്ല. വർഷത്തിലൊന്ന് വരും, എന്നിട്ട് ഉമ്മ കൊണ്ടുവന്നിട്ട് അല്ല ക്രിസ്മസിന്റെ കേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വായിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ടാറ്റ അടിച്ചിട്ട് പോയി. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സുഖമില്ലാതെ ഷുഗർ വന്ന് 600 ഇരിക്കുക ഉമ്മക്ക് അലുവയുടെ വലിയൊരു കഷ്ണം എടുത്തിട്ട് ഉമ്മയുടെ വായിലോട്ട് വെച്ച് ഞാൻ ഇവിടെ അടച്ചു വെച്ച് അവിടെ എത്തുന്നതിന് മുമ്പ് മയ്യത്തായെന്ന് വിവരവും കിട്ടി. ഷുഗർ 600 ആയിരുന്നു. അതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? ഉമ്മ പായസം വേണ്ടെന്ന് പറഞ്ഞു, എന്നാലും വായിലോട്ട് വെച്ച് ഒഴിച്ചു കൊടുത്തേച്ചു. ഇതൊക്കെയാ നമ്മുടെ സ്നേഹം. കാണിക്കുമ്പോൾ ഭയങ്കര കാണിക്കലാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടലാണ്. അതൊന്നല്ല, കാപട്യമില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെയും പ്രിയപ്പെട്ട ഉമ്മ ലാസ്റ്റ് പറഞ്ഞു, മോന്റെ ഖിദ്മത്തെ കണ്ട്, മോനെ ഇന്ന ഭാഗത്തേക്ക്, കാട്ടിന്റെ ഭാഗത്തേക്ക് നിന്റെ വാപ്പ നിന്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു പശുക്കുട്ടിയെ വിട്ടിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. നീ അവിടെ പോയി നിന്നിട്ട് വിളിക്കണം, ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അള്ളാഹുവേ, എനിക്കെൻ്റെതാകുന്ന വാപ്പ ഏൽപ്പിച്ചതാകുന്ന അള്ളാഹുവെ നിന്നിലേക്ക് ഏൽപ്പിച്ചതാകുന്ന പശുവിനെ മടക്കി തരണേ അല്ലാ. ആ ഭാഗത്ത് പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ പോയി വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ പശു ഇങ്ങനെ വരികയാണ്. മുമ്പ് നല്ല പശുക്കുട്ടിയായിരുന്നു, ഇപ്പൊ നല്ല പശു. എന്താണ് ആ പശുവിന്റെ രൂപം ഖുർആൻ പറയുന്നുണ്ട്. ആ പശു വന്നു. ചുരുക്കി പറയാൻ ഈ പശു ഇവിടെ എത്തി. ഉമ്മ പറഞ്ഞു, മോനെ ഇതിനെ കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കണം. 3 സ്വർണ്ണ നാണയത്തിന് കൊടുക്കാൻ പറഞ്ഞു. 3 ദീനാർ സ്വർണ്ണ നാണയം.
അതിന്റെ മുകളിൽ കൊടുക്കരുത്, എന്നോട് ആലോചിക്കാതെ കൊടുക്കരുത്. ഉമ്മയുടെ കൽപ്പനയാണ്. നേരെ കച്ചവടം ചെയ്യാൻ പോയി, കമ്പോളത്തിൽ ചെന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ, മലക്കിനെ, ബഹുമാനപ്പെട്ടതാകുന്ന മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ ഇറക്കി വിട്ടു. അങ്ങനെയാണല്ലോ മലക്കുകൾക്ക് രൂപം മാറാൻ സാധിക്കും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീർ. നായും പട്ടിയും ഒഴിച്ച്, നായും പന്നിയും ഒഴിച്ച് ലോകത്തെ ഏത് കോലത്തിലും ആർക്ക് വരാം. മലക്കുകൾക്ക് രൂപം അറിയാം. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം അറിയും ആര്? പിശാചുക്കൾ. അത് ഉസൂലാണ്. ചുരുക്കത്തിൽ ഒരു കോലം മാറി വന്നു. ഉമ്മ അടുത്ത് വന്നപ്പോഴത്തേക്കും ഉമ്മ ഈ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എത്രയാ കൊടുക്കുന്നുണ്ടോ? പശുവിനെ കൊടുക്കുന്നുണ്ട്. എത്രയിന് കൊടുക്കുന്നു? 3 സ്വർണ്ണ നാണയം. എന്നാ ഒരു പണി, ഒരു 6 സ്വർണ്ണ നാണയം തന്നേക്ക്. എത്ര ഇരട്ടി പറയാൻ. നമ്മളാണെങ്കിൽ നീ ബിസിനസ് അല്ലേ, 3 പേർക്ക് പോക്കറ്റിൽ ഇട്ടേക്കാം, ബാക്കി 3 ഉമ്മ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ചിന്തിക്കും. അവൻ പറഞ്ഞു, നമ്മളില്ല, 3 കൊടുക്കാനാ ഉമ്മ പറഞ്ഞു. 3-നാണെങ്കിൽ ഓക്കെ, അതിന് മുകളിൽ 1 രൂപ വേണ്ട. എന്താ അങ്ങനെ? എടാ കച്ചവടമല്ലേ, 6 സ്വർണ്ണ നാണയം കിട്ടും. വേണ്ട, എനിക്ക് വേണ്ട. നേരെ തിരിച്ച് ഉമ്മ അടുത്ത് പോയിട്ട് പറഞ്ഞു, കമ്പോളത്തിൽ ഒരു മനുഷ്യൻ വന്ന് 6 സ്വർണ്ണ നാണയം ചോദിക്കുന്നത്. ഞാൻ 3 പറഞ്ഞതിന് മുമ്പ് 6 പറയും, ഇരട്ടി പറയുക. കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് 6-ന് കൊടുക്കുമോനെ. അതിന് മുകളിൽ കൊടുക്കരുത്. തിരിച്ചു വന്നു. ചരിത്രം കാണാൻ വിശാലമാണ്. 6-ന് കൊടുക്കാൻ തയ്യാറായപ്പോ ഇദ്ദേഹം പറഞ്ഞു 12-നാണേ ഓക്കെ. തിരിച്ചു ഉമ്മ അടുത്ത് വീണ്ടും പോയി. ഉമ്മാട് പറഞ്ഞു 12 സ്വർണ്ണ നാണയാണ് അയാൾ പറയുന്നത്. ഉമ്മ പറയുന്നു, അതൊരു മനുഷ്യനല്ല, മലക്കാണ്. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നീ അവനോട് പറയണം, അദ്ദേഹത്തോട് ചോദിക്കണം, ഞാനിത് വിൽക്കണോ അതല്ല പിടിച്ചു വെക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. കാരണം വിൽക്കാനല്ല നിങ്ങളുടെ വരവെന്ന് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ ഇരട്ടി പറയുമ്പോൾ. അങ്ങനെ മകൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്, ഇത് വിൽക്കണോ വേണ്ടയോ? ഉമ്മ ചോദിക്കാൻ പറഞ്ഞു. മലക്ക് പറഞ്ഞു, അള്ളാഹു പറയുന്നു, ഇസ്രായേലി ജനതയിൽ ഒരു കൊലപാതകം നടക്കും. ആ കൊലപാതകത്തിന്റെ ആളെ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി മുഖേന അവർക്ക് അറിയിപ്പ് നൽകും. ഒരു പശുവിനെ അറക്കുവാൻ, ആ പശുവിന്റെ നാവ് കൊണ്ട് ആ ചത്തുകിടക്കുന്ന മനുഷ്യനെ ഒന്ന് തല്ലുവാൻ. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊലപാതകിയെ പറയും. അവർ ലോകം മുഴുവനും പശുവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. പക്ഷേ വിശേഷണമൊത്ത എല്ലാ വസുഫുകളും മേളിച്ചതായ പശു, അത് നിന്റെ ഈ കയ്യിലിരിക്കുന്ന പശു മാത്രമാണ്. അവർക്കല്ലാതെ കൊടുക്കല്ലേ. അവര് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന രീതിക്ക് നൽകണേ. ശരി, ഓക്കെ. എന്താണ് ആ പശുവിന്റെ രൂപം? قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. മൂസാ നബി അലൈഹിസ്സലാം കൊലപാതകി അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്ന ഇസ്രായേലി ജനതയോട്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ഒരു പശുവിനെ അറക്കാനാണ്. ആ പശുവിന്റെ നാവ് കൊണ്ടുവന്ന് ഈ മരിച്ചു കിടക്കുന്ന ജഡത്തിൽ അടിക്കാനാണ്, ഈ മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കാനാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് നിങ്ങളോട് കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് അവർ മൂസാ നബിയോട് ചോദിക്കുകയാണ്, യാ മൂസാ ഉദുല്ലനാ മാഹിയ, ഏത് നിറത്തിലുള്ളതായ ഏത് രീതിയിലുള്ള പശുവാണെന്ന് പറയണേ. മൂസാ നബി അലൈഹിസ്സലാം മറുപടി നൽകുകയാണ്, ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക്, വലിയ പ്രായമുള്ളതുമല്ല ചീര ഇളയതുമല്ല, സമപ്രായമുള്ളതാകുന്ന നല്ല ഇളം പ്രായത്തിലുള്ളതാകുന്ന പശുവാണ്. മീഡിയം വയസ്സുള്ള പശുവാണ്. വലിയ പ്രായവുമില്ല, ചെറിയ പ്രായവുമില്ല. ഇതും വിശദീകരിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യനുകൾ അധികരിക്കാൻ പാടില്ല. നമ്മൾ ചിലരോട് പറയും, ചില ഉസ്താദ്മാർ പറയും, ഉസ്തേ നിങ്ങൾ എന്ത് ചെയ്തോ ലാഹുല ചെല്ലിക്കുക, ഉദാഹരണം. അപ്പൊ ചിലർ ചോദിക്കും, എത്ര ഉസ്താദിലുണ്ടത്, 1000 ആണോ 10,000 ആണോ? ചോദ്യം കേട്ടവർക്ക് ഇപ്പൊ ചെല്ലി തീർക്കും. ഒരെണ്ണം പോലും ചെല്ലലുണ്ടാവില്ല. എന്നാലും ചോദിച്ചു കൊടുങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മൾ പറയുന്ന 1000 ചെല്ലിക്കും. സുബൈക്ക് ശേഷം വേണോ ഇശായ്ക്ക് ശേഷം വേണോ? എന്നാ സുബൈ കഴിഞ്ഞല്ലേ? ഒതുവോടുകൂടി വേണോ ഒന്നും ഇല്ലാതെ വേണോ? ഒതുവോടുകൂടി ചെല്ലിക്കും. കിബിലയ്ക്ക് അഭിമുഖമായി ചെല്ലണോ അതല്ല തിരിഞ്ഞ് ഇങ്ങോട്ടിരിക്കണോ തെക്കോട്ട്? അല്ല, കിബിലയ്ക്ക് അഭിമുഖമായിട്ട്
ഇങ്ങനെ ഷെർത്ത് വാങ്ങിച്ച് അവസാനം അനങ്ങാൻ മേലെ. സുബഹി കഴിഞ്ഞ് കിബിലക്കാരി ഇരിക്കുമ്പോഴത്തേക്കും കാലുവേദന. കാലം അങ്ങോട്ട് നീട്ടാൻ പറ്റുമോ ഇങ്ങോട്ട് നീട്ടാൻ പറ്റുമോ? ഒരാൾ വാതിക്ക് വന്ന് ബെല്ലടിച്ച് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഇതിനിടയെ സംസാരിക്കരുത്, നിബന്ധനകൾ കുറേ വാങ്ങിച്ചു വെച്ചിരിക്കുക. അവസാനം കൂടി മറ്റേത് ലാഹവിലെ ഇഷ്ടമുള്ള അത്രയും ചെല്ലി എപ്പോഴെങ്കിലും ചെല്ലിയിരുന്ന കാര്യം നടന്നതിന് ചോദിച്ചു കൊടുക്കും. കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ വീണ്ടും എന്ത് ചെയ്യണ്ട, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഒരു ഉസ്താദ് നമ്മളോട് ഒരു ഷെയ്ഖ് എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു ഷെയ്ഖ് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി അങ്ങ് അനുസരിക്കുക. ഖുർആനെ പഠിപ്പിക്കുന്ന പാടാതാണ്, ആവശ്യമില്ലാതെ ചോദിച്ചു കൊടുങ്ങരുത്. ഇസ്രായേലി ജനതയാണ്, നല്ല ടീമാണ്, നല്ല ഫസ്റ്റ് ടീമാണ്. അതുകൊണ്ട് ഇമാര് ചോദിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ചോദിച്ചു കൊടുങ്ങാണ്, ആവശ്യമില്ലാത്തത് ചോദിക്കുക. അവസാനം അവരോട് പറഞ്ഞു, മീഡിയം നിലയ്ക്കുള്ള പശു വേണം, നല്ല പ്രായമുള്ളതും പാടില്ല, തീരെ ചെറുതും പറ്റൂല. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കേസാണ് പെരുമ്പാവൂരുകാർക്കൊക്കെ. കാരണം നല്ല പോത്തിനെ, ഇളത്ത പോത്തിനെ അറുത്ത് നല്ല ശീലമുള്ളതുകൊണ്ട് അതൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ ചിലർ പശുവിനെ ഇറക്കുന്ന കാര്യം കേട്ടിട്ട് ചിലർ പറയും, സതേ മണ്ടല്ലേ പശുവിനെ ഇറക്കി. ഇത് എപ്പോഴത്തെ ചരിത്രമാണ്? 6000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രം ഇപ്പൊ പറയുന്നത്. ഇന്നലെ ഇറത്ത കഥയല്ല ഈ പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഖുർആനിൽ പറഞ്ഞൊരു ചരിത്രമാണ്, ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖാലു ദഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് സമൂഹം ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ, വിശദീകരിച്ചു നൽകുമോ, അതിന്റെ നിറമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ വ്യക്തമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സമുദായത്തിനും ആ സമൂഹത്തിന്റെ ചരിത്രം വിവരിച്ചു നൽകുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു അത്രേ, അതിന്റെ നിറം വല്ലാത്ത നിറമാണ്. ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. കടുത്തതാകുന്ന മഞ്ഞ നിറമാണ്, നോക്കുന്നവർക്ക് കണ്ണിന് വലിയ സന്തോഷം നൽകുന്ന നിറമാണ്. കണ്ണിന് കുളിർമയുള്ളതാകുന്ന നിറമാണ്, നോക്കുന്നവർക്ക് വലിയ കൗതുകമുണ്ടാകും. ആ പശുവിൽ നല്ല ആനന്ദമുണ്ടാക്കുന്നതായ മൃഗമാണ്. വീണ്ടും അവർ ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് നൽകണേ, മൂസാ നബിയെ ഞങ്ങൾക്കൊന്ന് അറിയിച്ചു നൽകിയാലും ഏത് രീതിയിലുള്ള പശുവാണ്? ഇന്നൽ ബഖറ തശാബഹ അലൈനാ. ഒരുപാട് പശുക്കൾ ഈ ലോകത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് പശുവിൽ വല്ലാതെ അഭിപ്രായ വ്യത്യാസമായിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അതിനെ എത്തിക്കുമെന്നവർ പറയുകയാണ്. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് അവർ പറഞ്ഞതുകൊണ്ടാണ് അല്ലാഹു അതിനെ എത്തിക്കുന്നത്. ആ ഒരു വാക്കിലൂടെ അവർക്ക് കിട്ടിയ നേട്ടമാണ്. പഠിച്ചു വെക്കണേ. അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവിൽ ഏതെങ്കിലും കൃഷി നനയ്ക്കുവാനോ ഏതെങ്കിലും ഭൂമി ഉഴുതുമറിക്കുവാനോ ഉപയോഗിച്ചിട്ടുള്ളതാകുന്ന ഒരു മൃഗമായി നിങ്ങൾ ഈ പശുവിനെ കാണരുതേ. ഇതൊരു സുന്ദരിയായ പശുവാണ്. ആ പശുവിനെ ഇന്ന് വരെ ഒരാളും ഒരു ഉപയോഗത്തിനു വേണ്ടിയും നടത്തിയിട്ടില്ല. പടച്ചറപ്പിന്റെ പ്രത്യേക സംരക്ഷണതയിലായിട്ട് നടന്ന പശുവാണ്. നല്ല മനോഹരമായ പശുവാണ്. അതിനെ നിങ്ങൾ അറക്കണേ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പശുവിനെ ഇസ്രായേലി ജനത എത്തിച്ചേ ഇല്ല. ഇതേ വിശേഷണം, നല്ല കടുത്ത മഞ്ഞ നിറം, വലിയ പ്രായവും പാടില്ല, തീരെ ചെറുതും പാടില്ല, ഇടത്തെ മീഡിയം നിലയ്ക്കുള്ളതാകണം. നോക്കുമ്പോഴൊക്കെ ചിലത് നല്ല പ്രായമുള്ളതാണ്, അപ്പോൾ മഞ്ഞ നിറം ഇല്ല, കടുത്ത മഞ്ഞ നിറം വേണം, അതില്ല, കാണാൻ നല്ല രസമൊന്നുമില്ല. ഇതെല്ലാം ഒപ്പിച്ച വിശേഷണമുള്ളത് അവസാനം വന്നെത്തിക്കുന്നത് എവിടെ? ഉമ്മാക്ക് ഹിദ്മത്തെടുത്തു കൂടിയതാകുന്ന മകന്റെ കൈവശമുള്ളതായ പശുവിനാണ് ഈ വിശേഷണം എത്തിയത്. പഠിക്കണം നമ്മൾ ഈ ഉമ്മത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ അല്ലാഹു അങ്ങനെ വെച്ചത്? ഒരു സബബാൻ. ഉമ്മാക്ക് ഹിദ്മത്തെടുത്ത് കൂടിയതാകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ദുനിയാവിൽ ദാരിദ്ര്യമാണുള്ളത്, പ്രയാസമാണ്, സാമ്പത്തിക ഞെരുക്കമാണ്. ആ പിരിക്കങ്ങളൊക്കെ മാറ്റി ദുനിയാവിൽ തന്നെ അതിന്റെ നേട്ടം അല്ലാഹു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി. ഇസ്രായേൽ ജനതയിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ കൊലപാതകം അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞാൽ മതി, അത് ഇന്നാളെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അറിയിക്കാതെ ഇങ്ങനെ വളച്ചു പിടിക്കുന്നതിന്റെ തന്ത്രം ഇതാണ്. കാരണം ഈ മനുഷ്യന്, ഈ കുട്ടിക്ക് തന്റെ ഉമ്മയെ നോക്കിയതിലൂടെ കൂലി ലഭിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന പരിപാടിയാണ്.
അവസാനം ഈ കുട്ടിയെടുത്ത് വന്നു. വിൽക്കുന്നില്ലേ? കൊടുക്കാം. എന്ത് തരണം നിങ്ങൾക്ക്? ഈ പശുവിന്. അത് ഈ പശുവിന്റെ തോല് ഇതിനെ അറുത്തിട്ട് ഇതിന്റെ തോല് വിരിച്ചിക്കണം. എന്നിട്ട് അതിനകത്ത് നിറച്ച് സ്വർണ്ണ നാണയം തരണം. നാ കൊണ്ടുപോയിക്കോളാം. അത്രയേ ഉള്ളൂ. വളരെ ലൈറ്റ് വരും. കൂടുതൽ കാശൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നേരത്തെ 3 സ്വർണ്ണ നാണയത്തിനൊക്കെ കൊടുക്കാനിരുന്നതാണ്. ഇനി എന്താ പരിപാടി? പശുവിനെ അറുത്തിട്ട് തോല് ഫുള്ളായിട്ട് ഇങ്ങനെ വിരിച്ചിടുമല്ലോ, അതിലേക്ക് നിറച്ച് സ്വർണ്ണ നാണയം കൊണ്ടുവന്നും കിടണം. എത്ര നിറയ്ക്കാൻ പറ്റുമോ അത്ര നിറയ്ക്കണം. ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും ഓക്കെ എന്ന് പറയും. അപ്പം നിങ്ങൾ പൊയ്ക്കോളാം. അതാണ് എല്ലാവരും പറഞ്ഞു ഓക്കെ. കാരണം ഇത് ഒരാൾക്കല്ല വിഷയം, നാട്ടുകാർ മുഴുവൻ കൂടിയൊക്കെ ഇസ്രായേലി ജനത ഒന്നായിട്ടുണ്ട്. അവർക്കൊക്കെ അഭിമാന പ്രശ്നമാണ്. ഈ കൊലപാതക ആരാന്നറിയണം. അത്ര വലിയ വിഷയമായി, നാട്ടിലെ വലിയ പ്രശ്നമായിരിക്കുക. എല്ലാരും മുമ്പന്തിയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, പശുവിനെ അറുത്തു, സമ്മതിച്ചു, കരാർ സമ്മതിച്ചു. പശുവിനെ അറുത്തു, അതിന്റെ തോല് നിറച്ച് സ്വർണ്ണ നാണയം ഈ മനുഷ്യന് കൊടുത്തു. അതിന്റെ നാക്ക് മുറിച്ചെടുത്തിട്ട് ജഡത്തിനടിച്ചു. മരിച്ചു കിടക്കുന്ന വ്യക്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൊലപാതക ആരുമല്ല, ഞാൻ കരൾ പോലെ വളർത്തിയതാകുന്ന എൻ്റെ മകനാണ്, ദത്തുപുത്രനാണ്, അവനാണ് എന്നെ കൊന്നത്, സമ്പത്തെടുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ചിന്ത. എനിക്കറിയാം, മറ്റേ മകനേക്കാളും കൂടുതൽ ചിന്ത ഏതാ? നമ്മുടെയൊക്കെ മനസ്സ് പെട്ടെന്ന് പോയി ഇങ്ങോട്ടാണ്, ക്രൈമിലോട്ടാണ്. അതുകൊണ്ടല്ലേ ഒരു ദിവസം ആദ്യം നമ്മൾ പത്രം എടുത്താൽ ക്രൈം, എവിടെയെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ വാർത്തയാണ് ആദ്യം വായിക്കുക, പിന്നെ സ്പോർട്സ് പേജ്. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. അപ്പൊ കൊലപാതക ആരാന്ന് കിട്ടി. ഇസ്രായേലി ജനത സന്തോഷായി. എല്ലാവരും കൊണ്ടുവന്ന് സ്വർണം കൊണ്ടുവന്നിട്ടു. ഈ തോല് നിറച്ചു സ്വർണം ഈ ചെറുപ്പക്കാരന് കിട്ടുകയും ചെയ്തു. ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത മകന് അള്ളാഹു എടുത്ത പ്രതിഫലം. അതാണ് സൂറത്തുൽ ബഖറ ചരിത്രം. അൽ ബഖറ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ചെറിയ കൂലിയല്ല മാതാവിന് ഗുണം ചെയ്യുന്നവന് അള്ളാഹു നൽകുന്നത്. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ മാതാവിന്റെ ദുആ അനുകൂലമായി ലഭിച്ചവരാണ്. അല്ലാഹുവിൻ്റെതാകുന്ന അപാരമായ അനുഗ്രഹം കിട്ടിയ ആളുകൾ ഈ സദസ്സിലിരിക്കുന്ന എത്രയോ മുത്തഅല്ലിമീങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബദരിയയിലേക്ക് കടന്നു വരുമ്പോ ഒന്നുമല്ലായിരുന്നു, അറിവില്ലായിരുന്നു. ഇന്നിതാ പഠിച്ച സനദ് വാങ്ങിക്കൊണ്ടു പോവുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, തന്റെ മാതാവിന്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നൽകിയിരിക്കുന്നത് ഉന്നതമായ അനുഗ്രഹമാണ്. ഈ സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരമാണ്. മാതാവിന്റെയും പിതാവിന്റെയും ദുആയിലൂടെ എത്രയോ ആളുകളാണ് ഉയർന്നു പോയിട്ടുള്ളത്. അറിയില്ലേ, പരിശുദ്ധമായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലാത്തതാരാണ്? വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ വ്യക്തിയല്ലയോ ഇമാം ബഹുമാനപ്പെട്ടതായ അബൂ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? 2 വയസ്സ് വരെ അന്ധനായി ജീവിച്ച വ്യക്തിയാണ്. 2 വയസ്സ് വരെ അന്ധനായി ജീവിച്ച കുട്ടിയാണ്. ആ കുട്ടിയുടെ മാതാവിന് വലിയ സ്നേഹമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട്. വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാ. ഉമ്മ എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ മകന് നീ കാഴ്ച നൽകണേ അല്ലാ, എന്റെ മകന് നീ കാഴ്ച നൽകണേ അല്ലാ, ലോകം അറിയപ്പെട്ട വലിയ ആലിമാക്കി എന്റെ മകനെ നീ മാറ്റണേ അല്ലാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം ബുഖാരിയുടെ മാതാവിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. പഠിച്ചു വെക്കണേ. 2ാമത്തെ വയസ്സ് നിലകൊള്ളുന്ന സന്ദർഭം ബഹുമാനപ്പെട്ടതാകുന്ന അവരുടെ മാതാവ് സ്വപ്നത്തിലൂടെ കാണുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടേതാകുന്ന മകന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ കണ്ണിന് കാഴ്ച ശക്തി തിരിച്ചു നൽകിയിരിക്കുകയാണ്. വഖദ് റദ്ദല്ലാഹു ബസറ ഇബ്നകി ബിദുആഇകി യാ ഉമ്മാ. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥന കാരണമായിട്ടാണ് നിങ്ങളുടെ മകന് അല്ലാഹു കാഴ്ച ശക്തി നൽകിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പിന്നീട് ആരായി തീർന്നു പറയേണ്ടതില്ലല്ലോ. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ച് ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹൽ ഗ്രന്ഥമായി ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും അംഗീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ചതാകുന്ന സഹീഹുൽ ബുഖാരി എത്തിപ്പെട്ടില്ലയോ? ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത പണ്ഡിതന്മാരില്ല, അറിയാത്ത ആലിമീങ്ങളില്ല, അറിയാത്ത ഇമ്മത്തുകളില്ല, അവരുടെ പേരിൽ ഫാത്തിഹ ഓതാത്തവരില്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹു പറയാത്തവരില്ല. അത്രമാത്രം ഉന്നതമായ തലത്തിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയാണ്. എന്തുകൊണ്ടാണ്? മാതാവിന്റെ ദുആണ് അൽ ഇമാമുൽ മുത്തഖിനുൽ ഹാഫിളുൽ ഹുജ്ജ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറ ബിൻ ബർദിസ്ബത അൽ ബുഖാരി അൽ ജുഅഫി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് ഈ മജ്ലിസിൽ നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവരിലും നീ നസീബാക്കണേ അല്ലാ. മാതാവിനും പിതാവിനും ഗുണം ചെയ്താൽ കിട്ടുന്ന നേട്ടം ഈ ദുനിയാവ് മാത്രമല്ല, ആഖിറവും ലഭിക്കുമേ, ആഖിറവും ലഭിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ സംഭവം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദഖൽതുൽ ജന്ന, ദഖൽതുൽ ജന്ന, ഞാൻ വിശുദ്ധമായ സ്വർഗത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സഹാബ. ഇസ്റാ മിഅ്റാജ് രാവിൽ പരിശുദ്ധമായ റജബ് 27 നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അടുത്ത ഇതാ റജബ് മാസമാണ്. അല്ലാഹുവേ, ആ റജബ് മാസത്തെ യഥാവിധി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റമദാൻ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റജബ് 27 ഇസ്റാ മിഅ്റാജ് രാവിൽ ദഖൽതുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാൻ പ്രവേശിച്ചു പോയി. വസമിഅതു ഫിഹാ ഖിറാഅത, ആ സ്വർഗ്ഗത്തിൽ വശ്യസുന്ദരമായി മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉടനെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ജിബ്രീലേ, വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് വശ്യസുന്ദരമായി ഇങ്ങനെ പാരായണം ചെയ്യുന്നത് ആരാണ്? ഫഖാല ലി ജിബ്രീൽ അലൈഹിസ്സലാം, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, ഹാദാ ഹാരിസതു ബിൻ നുഅ്മാൻ, നബിയേ, നബിയേ, ഇത് ഹാരിസതു ബിൻ നുഅ്മാൻ എന്ന അവിടുത്തെ അരുമ ശിഷ്യനാണ്, ശിഷ്യനാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫാ വ കൈഫാ, എങ്ങനെയാണ് അതിന് സാധിക്കുക? വഹുവ ഹയ്യുൻ ഫിൽ മദീന, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് സ്വർഗത്തിനുള്ളിൽ കടന്നത്? അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലല്ലോ, വഫാത്തായില്ലല്ലോ, പിന്നെങ്ങനാണ് സ്വർഗത്തിനുള്ളിലെത്തിയത്? ഈ സ്വർഗത്തിനുള്ളിൽ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യുന്നത്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ മലക്കുകൾ മറുപടി നൽകുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, അദ്ദേഹം വഹുവ മിൻ അബരിനാസി ലിഉമ്മിഹി, സമ്പത്ത് കൊണ്ടുവന്ന് സ്വന്തം ജീവിതം മാത്രം പാകപ്പെടുത്തുകയല്ല, സ്വന്തം മാതാവിന് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടിയ വ്യക്തിയാണ്. സഹാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാതാവിന് കൃപ ചെയ്തുകൊണ്ട് കൂടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെത്തുകയും ആ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുകയും ചെയ്യുന്നതെന്ന് മലക്കുകൾ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ യാത്ര കഴിഞ്ഞ് നാട്ടിൽ വന്നു. തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു ചേർക്കുകയാണ്. സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, സഹാബാ, ഞാൻ വല്ലാത്തൊരു കാഴ്ച കണ്ടുപോയി സഹാബാ. ആ സ്വർഗത്തിലിരുന്നു കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. സ്വർഗം കണ്ടു
എന്ന് മാത്രമല്ല ആ സ്വർഗത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായി ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി. സാബ ആരാണെന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞ മറുപടി നബിയേ ഹാരിസത്ത് ബിൻ നോമാനാണ്. റസൂലേ റസൂലേ, എന്താണ് അത്ര വലിയ കൂലി കിട്ടിയത് എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടമാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന നേട്ടമാണ്. ഇത് പ്രവാചകർ പറയുമ്പോ പള്ളിയുടെ തൂണിന്റെ പുറകിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയുകയോ കളവ് ചിന്തിക്കുകയോ ആ സ്വർഗത്തിനുള്ളിൽ വശ്യസുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടുപോയി. നബി എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഫലമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ വഹുവ മിൻ അബരിന്നാസി ലിഉമ്മിഹി, സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടുന്ന വ്യക്തിയാ. വകദാലികൽ ജസാ വകദാലികൽ ജസാ, ഇപ്രകാരമാണ് അല്ലാഹു പ്രതിഫലം നൽകുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മാക്കും വാപ്പാക്കും ഖിദ്മത്തെടുത്ത് കൂടുന്നവർ ദുന്യാവും കിട്ടും ആഖിറവും കിട്ടും. അതിന് ഉദാഹരണം പറഞ്ഞത് ദുന്യാവ് കിട്ടി, നേരത്തെ പറഞ്ഞില്ലേ, തോല് നിറച്ച് സ്വർണം കിട്ടി, ഖുർആൻ തന്നെ ചരിത്രം. ആഖിറം കിട്ടി, ദുന്യാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെത്തി. പിന്നെ അതിനേക്കാൾ വലുത് വേറൊന്നും വേണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് പിന്നല്ല സ്വർഗം, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം. യാ അല്ലാഹ് കേറിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് വിഷയം, അല്ല വല്ലതും പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിന്നെ അപ്പുറത്തോട്ട് നോക്കേണ്ട കാര്യമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വാപ്പായും ഉമ്മായും മറക്കല്ലേ, അവർക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ കിടക്കുന്നതായ രണ്ട് രക്ഷിതാക്കൾ വാപ്പയും ഉമ്മയും, അവർക്കെത്രയോ വലിയ സന്തോഷമാണ്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ 4 മക്കൾ ആലിമീങ്ങളായി. ബാക്കിയുള്ള 5 പെൺമക്കളെയും നല്ല ദീനിയായ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു അയച്ചു. 9 മക്കളുടെ മാതാപിതാക്കൾ അവർ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കാൻ, അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. എല്ലാരും നല്ല ആലിമാക്കി. അസ്ലം ബാക്കവി, പിന്നെ ഓരോരുത്തരും അബ്ദുസ്സലാം ബാക്കവി, തൗഫീഖ് ബാക്കവി, പിന്നെ റഹ്മത്തുള്ള ബാക്കവി, അല്ലേ? ശരിയല്ലേ പേര്? മൊത്തം 4 പേര് ഒക്കെ ആലിമീങ്ങൾ. അൽഹംദുലില്ലാഹ്, അത്ര വലിയ നേട്ടാണ്. എന്താണ് ആ മക്കൾ? കുറെ ബിരുദം ഉണ്ടായിട്ടല്ല, അവര് നല്ല രീതിയിൽ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ. വാപ്പ നടത്തിയ സ്ഥാപനം അതങ്ങനെ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഈ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. വാപ്പ കാണിച്ചതായ ആ സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട് അതിൽ തന്നെ തുടർന്ന് അങ്ങനെ തന്നെ പോവാം. ഒരുപാട് ആലിമീങ്ങളെ ഈ സമൂഹത്തിന് സമ്മാനിക്കാം. സാധാരണ ഒരു ഖദർ സബക്ക് ഓതിയിട്ട് പിരിച്ചുവിടല്ല. കുട്ടികൾക്ക് മിൻ അവ്വലിഹി ആഖിരിഹി, തുടക്കം മുതൽ അവസാനം വരെ എത്തിക്കുന്ന നിലയ്ക്കുള്ള എല്ലാ കിതാബുകളും എല്ലാ ഫന്നിലും അവഗാഹം നേടി നല്ലൊരു പ്രഭാഷകരായി മാറ്റുരച്ചുകൊണ്ടാണ് ബദരികളെല്ലാവരും രംഗത്ത് വരുന്നത്, അല്ലേ? അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. 10 പേരുടെ മുന്നിൽ നിന്നൊരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ബദരികൾക്ക് മുട്ട് കുറയ്ക്കാറില്ല. അവർ പറയും. ആ രീതിയിലാണ്. അല്ലാഹു ബറക്കാത്തുകൾ ചൊരിയുമാറാവട്ടെ. അതിന് വലിയൊരു അവസരം ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കളിലൂടെ അല്ലാഹു നൽകി. നമുക്കും അതിന് സാധിക്കണം. നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് കൈമാറുന്ന ആത്മീയത നമ്മൾ നിലനിർത്തണം. അതിനാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖബർ സിയാറത്ത് ചെയ്യണം. അവരുടെ പൊരുത്തം കാംക്ഷിക്കുന്ന ഏതെല്ലാം പ്രവർത്തനമുണ്ട് അതൊക്കെ ചെയ്യണം. വാപ്പയും ഉമ്മയും കണ്ടാൽ തീർച്ചയായും അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പയും ഉമ്മയും മുസ്ലിമാകുക മാത്രമല്ല അമുസ്ലിമായാൽ പോലും ഖിദ്മത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അസ്മാ ബീവി എന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക. എന്റെ ഉമ്മ എന്നെ പലപ്പോഴും കാണാൻ വരുന്നുണ്ട്. മുസ്ലിമത്തായ എന്നെ മുശ്രിക്കത്തായ കാഫിറത്തായ ഉമ്മ കാണാൻ വരുന്നുണ്ട്. അഫാസിലുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയോടുള്ള ബന്ധം ഞാൻ ചേർക്കട്ടെ. എങ്ങനെയാ പെരുമാറേണ്ടത്? മുസ്ലിമാണ് ഞാൻ, അമുസ്ലിമാണ് എന്റെ ഉമ്മ. എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? പഠിക്കണം നമ്മൾ. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീലിഹാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബന്ധം നീ പൂർണ്ണമായി ചേർക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുശ്രിക്കത്താകുന്ന പ്രിയപ്പെട്ട മാതാവിനോട് പോലും ഖിദ്മത്ത് എടുക്കാൻ പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുസ്ലിമായ നമ്മുടെ ഉമ്മയുടെ എത്ര കടമ വെക്കണം? എത്ര കടമ വെക്കണം? അവരെ പോയി കാണണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? നമ്മുടെ വാപ്പയുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അവരുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി നമ്മൾ വിച്ഛേദിച്ച തലത്തിലാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ മാത്രം പോയി കാണുക, അങ്ങനെ ആകാൻ പാടില്ല. എപ്പോഴും അവരുമായി ബന്ധം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന നല്ല സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ആബിദീങ്ങൾ ചേർക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ഖിദ്മത്ത് എടുക്കാനും മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നു, നബിയേ, എൻ്റെ ഉമ്മ മരിച്ചുപോയി, ഞാനിവിടെ ഇല്ല, സ്ഥലത്തില്ലായിരുന്നു, ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നിവിടെ ആവശ്യം നല്ല ഒരു കിണർ കുത്തി കൊടുക്കലാണ്. കാരണം മരുഭൂമിയിലാണ്, വെള്ളമില്ല, ആളുകൾ പ്രയാസപ്പെടുക. ഏറ്റവും ജാരിയായ സ്വതക്കയായിട്ട് നീ ചെയ്യേണ്ടത് അതാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാ ആ സഹോദരൻ അത് ഏറ്റെടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ കുഴിച്ചു. പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട കിണർ അതായിരുന്നു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് കുഴിച്ചു. കാരണം ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് വന്ന് വെള്ളം ഒപ്പിയിട്ട് കോരി കുടിക്കാൻ, അവരൊക്കെ ഒതു എടുക്കുന്നു, കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു, കുടിക്കാൻ കൊണ്ടുപോകുന്നു, നിത്യ ഉപയോഗത്തിന് കൊണ്ടുപോകുന്നു, പാചകം ചെയ്യാൻ കൊണ്ടുപോകുന്നു, ഒക്കെ കൂലി ലഭിക്കാൻ. അന്നത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അത് ചെയ്യാൻ പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ നമ്മളും സഹായിക്കണം. ആർക്ക് വേണ്ടി? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് വെച്ചുകൊണ്ട് അവർക്ക് മനസ്സിൽ കരുതിയിട്ട്